ക്രിസ്തുവിൽ നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് വന്ദനം ചൊല്ലുന്നു. ഏൻഷ്യന്റ് മിസ്റ്റിക്കൽ സ്കൂളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അസാധാരണമായ ഒരു കർത്തൃസാന്നിധ്യം നമ്മുടെ മേൽ ഈ സന്ധ്യാവേളയിലും വ്യാപരിക്കുന്നത് കൊണ്ട് ആ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹാദൈവം തൻ്റെ വലിയ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഏവർക്കും തൻ്റെ വലിയ കരുണയെ വെളിപ്പെടുത്തട്ടെന്ന് പ്രാർത്ഥിക്കും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ചിന്തകളിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നാം പറയാൻ ആഗ്രഹിക്കുന്നതും അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു പഠനം ആരംഭിച്ചത് തന്നെ ദൈവം നമുക്ക് തന്ന വളരെ കൃത്യമായ ഒരു വെളിപ്പാടിന്റെ ബേസിലാണ്. അത് മറ്റൊന്നുമല്ല, ദൈവ സാന്നിധ്യത്തെ, ദൈവത്തെ, മഹാദൈവത്തെ ഉള്ളിൽ അറിയുന്ന, ദൈവത്തെ അകത്ത് കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ പുറത്തന്വേഷിക്കുന്ന ഒരു ചിത്രമല്ല. ദൈവം എവിടെയോ ഇരിക്കുന്നു, ആ ചിത്രമല്ല. എൻ്റെ അകത്ത് വസിക്കുന്ന മഹാദൈവത്തെ, അതായിരുന്നു പൂർവ്വപിതാക്കന്മാർ കണ്ടെത്തിയത്. അവർക്ക് കിട്ടിയ വെളിപ്പാടുകളെല്ലാം അവർ ആ നിലയിലേക്കാണ് തിരിച്ചത്. അവരാരും സ്വർഗത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തെ അന്വേഷിച്ച് പോകുകയല്ലായിരുന്നു. അവരെല്ലാവരും അവരുടെ ഉള്ളിൽ വസിക്കുന്ന മഹാദൈവത്തെ അതിനോട് ബന്ധപ്പെടുകയായിരുന്നു, അവനോട് സംസാരിക്കുകയായിരുന്നു. സോ ഞാൻ ഇന്ന് മുതലുള്ള ചില ചിന്തകൾ ക്ലാസ്സുകളിൽ I'm going to teach you about Christ consciousness. It's a master, എനിക്കൊന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റെവലേഷൻ്റെ ഒരു പോർഷനാണ്. ഞാനത് മോസ്റ്റ് ഹോളി പ്ലേസിൽ തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, we were discussing about the life in the most holy place. Amazing ആയിരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. സോ ഫെലോഷിപ്പ് ഈസ് there, atonement is there, the manifestation of God's grace is there, immortality is there, and imperishable eternal life is there. മനുഷ്യർക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അസാധാരണമായ സംഭവങ്ങൾ നിറഞ്ഞ ഇടമായിരുന്നു അതിപരിശുദ്ധ സ്ഥലം. ആ അതിപരിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന വിശുദ്ധന്മാർ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു, തിരശീല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തിരശീല, ആ തിരശീലയെ നമ്മൾ പഠിച്ചു വരുന്നത് ഇങ്ങനെയായിരുന്നു. 4 പ്രധാന കളറുണ്ട്. 4 പ്രധാന കളർ കൊണ്ടാണ് തിരശീല ഉണ്ടാക്കിയിരിക്കുന്നത്. നീലനൂല്, ധൂമ്രനൂല്, ചുമപ്പ് നൂല്, പഞ്ഞിനൂല്. അത് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന 4 പ്രധാന, ഭൂമിയുടെ 4 റെപ്രസെന്റേഷനെ കാണിക്കുന്നു. എയർ, സീ അല്ലെങ്കിൽ വാട്ടർ, ഫയർ ആൻഡ് എർത്ത്. ഭൂമി, വായു, വെള്ളം, ആകാശം അല്ലെങ്കിൽ എയർ, ഭൂമി, വായു, തീയ്, വെള്ളം. ഈ മെറ്റീരിയൽ വേൾഡ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവ കൊണ്ടാണ്. ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയുടെ റെപ്രസെന്റേഷൻ, ഭൂമിയെ റെപ്രസെന്റ് ചെയ്യുകയാണ് ഈ തിരശീല. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ ദൈവാലയത്തിലെ തിരശീല തുന്നുന്ന ഒരു സ്ത്രീയാണ്.
മിശിഹായ ഉദരത്തിൽ അവൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൈകൾ ആലയത്തിന്റെ തിരശീലയെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അറിഞ്ഞില്ല ഒരു ദിവസം അവൾ തുന്നുന്ന തിരശീല മുകൾ തൊട്ട് താഴോട്ട് കീറും. അന്ന് അവിടെ ഉദരത്തിൽ ഇരിക്കുന്ന അവരുടെ പ്രിയപുത്രനായ ക്രിസ്തു പ്രാണൻ വെടിയും എന്ന യാഥാർത്ഥ്യം. സോ ജൂയിഷ് കോൺസെപ്റ്റ് അനുസരിച്ച് തിരശീല സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന വെയിലാണ്. ഇതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സ്വർഗത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന തിരശീല ഇതിനെ തമ്മിൽ വേർതിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ വേർതിരിഞ്ഞിരിക്കുകയാണ്. സ്വർഗം ഈ തിരശീലയുടെ ഒരറ്റത്ത് ഒരു സൈഡിൽ ഭൂമിയും മറു സൈഡിൽ സ്വർഗവുമാണ്. ഇതായിരുന്നു അന്ന് ദൈവം അവർക്ക് കൊടുത്ത സമാഗമന കൂടാരത്തിലെ ദൈവാലയത്തിലെ ചിത്രം. ഒരു വശത്ത് സ്വർഗം, ഒരു സ്ഥലത്ത് ഭൂമി. അപ്പം വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെയും വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. അതെങ്ങനെയാണ് പോസിബിൾ ആയത്? യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താലാണ്. അവന്റെ മരണം കൊണ്ട് ഇത് രണ്ടും ഡിവൈഡ് ആകുക. അക്ഷരാർത്ഥത്തിൽ ദൈവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴേക്ക് ഇങ്ങനെ ചിന്തി പോകുമ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ആ മതിൽക്കെട്ട് രണ്ടായി ചിന്തപ്പെടുകയാണ്. ഇനി മിസ്റ്റിക്കൽ സെയിൻസ് ലിസൺ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക് ഞാൻ ഇന്ന് മുതൽ അങ്ങോട്ട് പോവുകയാണ്. ഇത് പഠിപ്പിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ അടുത്ത പ്രോഗ്രഷനിലേക്ക് പോകാനായിട്ട്. അതായത് ഇവിടെ ഈ ലൈഫ്, ഇതിനകത്തൊരു ജീവിതമുണ്ട്. ഇവിടെയാണ് മേഴ്സി സീറ്റ് ഉള്ളത്, അതായത് കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൽ ബ്ലഡ് വീഴുകയാണ്. യേശുവിന്റെ രക്തത്തെ റെപ്രസെന്റ് ചെയ്യുന്ന മൃഗങ്ങളുടെ രക്തം കൊണ്ടുപോയി തളിക്കുകയാണ്. അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സാഹചര്യം ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ സമാഗമന കൂടാരത്തിന്റെ അകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രമാണ് സാന്നിധ്യമുള്ളത്. ഈ സാന്നിധ്യത്തിന്റെ ഒരു കോൺഷ്യസ്നെസ് ആണ് മോശയ്ക്കുള്ളത്. ശ്രദ്ധിക്കണേ, ഇങ്ങനൊരു സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള ഒരു ബോധം മാത്രമേ മോശയ്ക്കുള്ളൂ. ഈ ബോധത്തിൽ ജീവിച്ച മോശയുടെ കണ്ണ് 120 വയസ്സായിട്ടും അവന്റെ കണ്ണ് മങ്ങിയിട്ടില്ല. അവന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിട്ടില്ല. അവൻ ദീനം പിടിച്ചിട്ടില്ല. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല. സാന്നിധ്യത്തിന്റെ കോൺഷ്യസ്നസ് ഉള്ളവന് പോലും കണ്ണിന് കാഴ്ച കുറയാതിരുന്നെങ്കിൽ, ആരോഗ്യം ക്ഷയിക്കാതിരുന്നെങ്കിൽ, ബലഹീനനാകാതിരുന്നെങ്കിൽ, സാന്നിധ്യത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എത്ര അധികം ഇവയെ ജയിച്ചിരിക്കും. ഇങ്ങനൊരു സാന്നിധ്യം ഞങ്ങളുടെ കൂടാരത്തിന്റെ നടുവിലുണ്ടെന്ന ചിന്ത അവരെ ആരോഗ്യത്തിലേക്കും പുതുജീവനിലേക്കും നയിച്ചുവെങ്കിൽ, അതിപരിശുദ്ധ സ്ഥലത്തെ വാസസ്ഥലമാക്കിയിരിക്കുന്ന നമുക്ക് എത്ര അധികമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബലമുണ്ടായിരിക്കണം എന്ന വസ്തുത മറക്കരുത്. ഇനി ഞാൻ ഇതുപോലെ പറയാൻ പോകുന്ന വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് is a very powerful subject. It's a very hard subject, but it's a so powerful revelation that will change your life forever. നിങ്ങളുടെ ജീവിതത്തെ തലകീഴായി മാറ്റുന്ന അതിശ്രേഷ്ഠമേറിയ ഒരു വെളിപ്പാടിലേക്കാണ് നമ്മുടെ മിസ്റ്റിക്കൽ സ്കൂൾ താണ്ടെ ഇപ്പോൾ മുതൽ ഈ യാത്ര തുടരുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വാക്യം ബൈബിളിലുണ്ട്. ആ വാക്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിച്ചിട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ കുറച്ച് പെട്ടെന്ന് അങ്ങ് പോവുക, കാരണം സബ്ജക്റ്റുകളെ നമുക്ക് തീർക്കാനോ ഫിനിഷ് ചെയ്യാനോ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം അതുപോലെ ദൈവം നമുക്ക് വെളിപ്പാടുകളെ തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്കൂളിലുള്ളവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കുറവും നമ്മുടെ കലവറയിൽ ദൈവം കുറയ്ക്കുന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. ശ്രദ്ധിക്കണം, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, ബൈബിൾ ഉള്ളവർ എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിന്റെ 38-ാമത്തെ വാക്യം. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, വളരെ ശ്രദ്ധിക്കണം,
യോഹന്നാന്റെ ശിഷ്യന്മാരിൽ 2 പേർ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുക. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്. അപ്പം യോഹന്നാനെ അനുഗമിച്ചവർ ശിഷ്യന്മാർ ഈ അനുഗമിച്ചു. യോഹന്നാന്റെ ടീച്ചിങ്സ് ഉണ്ട്, യോഹന്നാന്റെ വെളിപ്പാടുകൾ, യോഹന്നാന്റെ പ്രവചന ശബ്ദം, ഇതിനെ കേട്ട് യോഹന്നാന്റെ പുറകിൽ പോയ 2 ശിഷ്യന്മാർ. ഈ 2 ശിഷ്യന്മാർ ഇപ്പോൾ ദാണ്ടെ അവരെ യേശുവിനെ അനുഗമിക്കുകയാണ്. They were following Jesus. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. യേശു കർത്താവിനെ അവർ അനുഗമിക്കുമ്പോൾ നമ്മൾ അടുത്ത ഭാഗം നോക്കിക്കേ. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നമുക്കറിയാം ഓൾഡ് ടെസ്റ്റമെന്റിന്റെയും ന്യൂ ടെസ്റ്റമെന്റിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ഓൾഡ് ടെസ്റ്റമെന്റ് ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നതാണെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ജനം ദൈവത്തെ അന്വേഷിക്കുന്നതാണ്. ഓക്കെ, എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം, നീ എവിടെ പാർക്കുന്നു? ക്വസ്റ്റ്യൻ ആണ്. നീ എവിടെ പാർക്കുന്നു? നോട്ട് ഇറ്റ് ഡൗൺ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. നീ എവിടെ പാർക്കുന്നു? ഈ ഒരു ചോദ്യം ഒരു വെറും അന്വേഷണ ചോദ്യമല്ല. ആദാമു മുതൽ ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു ഉത്തരം കണ്ടെത്തുന്ന, അതായത് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു റിയാലിറ്റിയുടെ അർത്ഥവും ഉത്തരവും കണ്ടെത്തുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താ ചോദ്യം? നീ എവിടെ പാർക്കുന്നു? ഏൻഷ്യന്റ് മിസ്റ്റിക്കൽ സ്കൂളിൽ ഇരിക്കുന്നവർ കഴിഞ്ഞ കുറെ നാളുകളായി പഠിച്ചു വരുന്നത് അറിയാം, എവിടെയാണ് ദൈവം പാർക്കുന്നത് എന്ന്. ആമേൻ. ഇവിടെ 2 ശിഷ്യന്മാർ ചോദിക്കുന്നു, നീ എവിടെ പാർക്കുന്നു? അതിന് ആൻസർ ഒരിക്കലും യേശു പറഞ്ഞിട്ടില്ല. നോക്കിക്കേ, യേശു അതിന് ആൻസർ ദാണ്ട് ഇന്ന വീട്ടിലാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ട്രീറ്റില്, ഇത്ര നമ്പർ വീട്ടിൽ, ഇന്ന ആളിന്റെ കൂടെ ഞാൻ താമസിക്കുന്നു എന്ന ലൊക്കേഷൻ പറഞ്ഞില്ല. സ്തോത്രം. ലൊക്കേഷൻ പറഞ്ഞില്ല. ഞാൻ ഇന്നാളിന്റെ കൂടെയാണ്, യോഹന്നാന്റെ കൂടെയാണ്, ലാസറിന്റെ വീട്ടിലാണ്, മറിയയുടെ കൂടാണ്, നസറേത്ത്. നോ 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 നോ. ചോദ്യം ഇതാണ്, നീ എവിടെ പാർക്കുന്നു? നീ എവിടെ പാർക്കുന്നു? മറുപടി നോക്കിക്കേ. അവൻ അവരോട് വന്ന് കാണീൻ, വന്ന് കാണീൻ. എവിടെ പാർക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി വന്ന് കാണീൻ. ഹോളി സ്പിരിറ്റ്, വന്ന് കാണീൻ. ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത പറയാം. ഒറ്റ ആൻസർ, ആ ഒറ്റ ആൻസർ കണ്ടെത്താനുള്ള പുറപ്പാടാണ് യോഹന്നാൻ മുതൽ ഉള്ള ശിഷ്യന്മാർക്ക് അന്ന് മുതൽ തോന്നിയത്. യോഹന്നാൻ യേശുവിനോട് ചോദിച്ചു, നീ എവിടെ പാർക്കുന്നു? മറുപടി പറഞ്ഞു, വന്ന് കാണീൻ. നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് കൺഫസ് ചെയ്യാൻ പറ്റുമോ? വേർഡ് വന്ന് കാണീൻ. വന്ന് കാണീൻ. എന്റെ വീട് വന്ന് കാണീൻ, എന്റെ വീടിന്റെ സ്ഥലം കാണീൻ, എന്റെ സ്ട്രീറ്റ് കാണീൻ എന്നല്ല. ആ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പാർക്കുന്ന ഭൗതിക ലോകത്തിലെ ഭവനത്തെ കുറിച്ചല്ല സംസാരം, മറിച്ച് അനാദിയായി യുഗങ്ങളായി നൂറ്റാണ്ടുകളായി കോടാകോടി മാനവരാശിക്ക് മറന്നുപോയതും അറിയാതിരുന്നതും അജ്ഞാതമായിരുന്ന ഒരു ഇരുളിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവുമായ ഒരു വലിയ ചോദ്യത്തിന്റെ ആൻസറാണ് ഇവിടെ വെളിപ്പെടാൻ പോകുന്നത്. വന്ന് കാണീ, വന്ന് കാണീ. ഓക്കെ, അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അവിടെ വന്ന് കാണുമെന്ന് യേശു ഉദ്ദേശിച്ചത് വേറെ, അവര് കണ്ടത് വേറെ. പക്ഷെ വാസ്തവത്തിൽ യേശുനാഥൻ ചോദിച്ചത് വന്ന് കാണീൻ എന്നതിന്റെ അർത്ഥം നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് ഒന്ന് പോകണം. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. ജോൺ ചാപ്റ്റർ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി
മലയാളത്തിൽ എഴുതുന്നു നമ്മുടെ ഇടയിൽ പാർത്തു, dwelt among us. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി എഴുതണം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മിൽ പാർത്തു. dwelt in us. dwelt in us. അവിടെയാണ് മിസ്റ്ററി ചേഞ്ച് ആകുന്നത്. നമ്മുടെ നടുവിൽ പാർത്തു എന്നല്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മിൽ പാർത്തു. നമ്മിൽ പാർത്തു. അപ്പം God dwells in us. ഇനി അടുത്ത വാക്യം, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പം അവൻ പാർക്കുന്നത് നമ്മിൽ എങ്കിൽ, ലിസൺ ടു മീ, നമ്മിൽ എങ്കിൽ തേജസ് പുറത്തല്ല വെളിപ്പെടുന്നത്. അവൻ എവിടെ വസിക്കുന്നോ അവിടെയാണ് പിതാവിന്റെ തേജസ്. ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വാക്ക് ശ്രദ്ധിക്കണം, പുത്രന്റെ തേജസ് എന്നല്ല, ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവൻ നമ്മിൽ വസിക്കുന്നു. നമ്മിൽ വസിച്ചിട്ട് വസിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെട്ടു വന്ന തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഞാൻ ആ വാക്കുകളെ വിശദീകരിക്കാം. ഇനി വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി dwelt in us. അതാണ് അതിന്റെ ഒറിജിനൽ. dwelt in us. Can you proclaim that word? Christ in us. Amen. ഞാൻ പറഞ്ഞല്ലോ, ഏബ്രഹാം, ഐസക്, ജേക്കബ് ആൻഡ് ജോസഫ്. നമ്മൾ ജോസഫിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഗ്ലോറിഫിക്കേഷൻ. ഗ്ലോറിഫിക്കേഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ജോസഫിന്റെ ഒരു ടൈപ്പോളജിയായ ക്രൈസ്റ്റിനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ടേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻ ബിറ്റ്വീനിൽ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് വന്നത്. ഈ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മുമ്പ് നമ്മൾ പഠിച്ചു വരുന്ന ഒരു പാഠമുണ്ട്. നമുക്കറിയാം, ഈഗോ എന്നൊരു വിഷയം നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ആത്മീകന്റെ, ശ്രദ്ധിക്കണം, ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ശത്രു പിശാചല്ല. പിശാച് എന്നത് അർത്ഥമാക്കുന്നത് ഈഗോയാണ്, ഡെവിൾ. അതായത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അവിടെ ഡെവിൾ എന്ന പദമാണ്. ഡെവിൾ എന്നതിന് പൂർവ്വകാലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അഹംബോധം അല്ലെങ്കിൽ ഈഗോയാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡെവിൾ എന്ന് പറയുന്നത് ഒരു ഈഗോയിക് കോൺഷ്യസ്നെസ് ആണ്. ഈഗോയിക് കോൺഷ്യസ്നെസ്. ഈഗോ എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ അതിനകത്ത് ചില വിഷയങ്ങൾ പറയാം. ഈഗോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അകത്തെ ഫാൾസ് സെൽഫാണ്. ഫാൾസ് സെൽഫ്. നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതെങ്കിൽ, നമ്മളിൽ കഷ്ടത വരുന്നതിന്റെ കാരണം നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ മാനസിക വ്യഥയുടെയും മാനസിക സംഘർഷത്തിന്റെയും മാനസികമായ ദുഃഖത്തിന്റെയും റീസൺ പുറത്തുള്ള എന്തോ ഒന്ന് അല്ല. നിങ്ങൾക്ക് വീടില്ല, നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് ആസ്തിയില്ല, നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളെ എല്ലാവരും വെറുത്തു, നിങ്ങൾ ഒറ്റപ്പെട്ടു. ഇതൊന്നും നിങ്ങളെ കഷ്ടപ്പെടുത്തത്തില്ല. ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ കാരണം, the reason for every suffering is ego. Ego is the father and producer of every suffering. Amen. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്കൊരു വലിയ കടബാധ്യത വന്നപ്പോൾ നിങ്ങൾ എഫക്റ്റഡ് ആയത് നിങ്ങളുടെ മനസ്സാണ്. ഭയപ്പെടുത്തിയത് നിങ്ങളുടെ മനസ്സാണ്. ഒറ്റപ്പെടുത്തിയത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ അകത്തെ മുഴുവൻ പ്രശ്നത്തിനും കാരണം നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിലേക്ക് തെറ്റായ ഭയം വരുത്തുന്ന
എല്ലാവരും കേൾക്കണം, ഭയം എന്ന വേർഡ് നോട്ട് ചെയ്തോണം. ഭയം ഉളവാക്കുന്ന ചിന്തകളെ കൊണ്ടുവന്നത് ആ ഈഗോയാണ്. സോ ഈഗോ എന്ന് പറയുന്നതിനെ കൊല്ലാതെ, ഈഗോ എന്ന് പറയുന്ന കാര്യം ഇല്ലാതാകാതെ ഒരാളുടെ ആത്മീക ജീവിതം വളർച്ച പ്രാപിക്കത്തില്ല. സ്തോത്രം. 99% of Christians, God's children, are suffering because of ego. അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഷാജ്, സാത്താൻ, ദുരാത്മാവ്, അന്ധകാരം എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് അല്പം കൂടെ പഴയ, കാരണം അബ്രഹാം ഭൂതത്തിന്റെ കാര്യം പറഞ്ഞില്ല, ഇസഹാക്കിന് സാത്താന്റെ കാര്യം അറിയത്തില്ല, യാക്കോബ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ജോസഫിന്റെ കാലത്ത് അത് വെളിപ്പെട്ടിട്ടില്ല. അപ്പം അവരുടെ കാലത്തുണ്ടായിരുന്ന സംഭവം ഏതാണ്? ഈഗോ ഉണ്ട്. ലോകം പ്രപഞ്ച സൃഷ്ടിയുടെ അന്ന് മുതൽ ആരംഭിക്കുകയാണ് ഈഗോ. ആദ്യമായിട്ട് ഈഗോ ഉണ്ടായി വന്നത്, ഇത് ശ്രദ്ധിക്കണം, ഈ കോൺഷ്യസ്നെസ്സിനെ എപ്പോഴും മനുഷ്യൻ ഒന്നുകിൽ ഈഗോയിക് കോൺഷ്യസ്നെസ്സിലായിരിക്കും, അല്ലെങ്കിൽ അവൻ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലായിരിക്കും. ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് ക്രിയേറ്റീവ് ആണ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് പവർഫുൾ ആണ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് ജയത്തിന്മേൽ ജയത്തെ നൽകുന്നതാണ്. ക്രിസ്തുവിന്റെ ആ മനോബോധം നമ്മെ അത്ഭുതങ്ങളിലേക്ക് നടത്തും. സോ ഒരു കൾച്ചർ ഓഫ് മിറാക്കിൾസ് ഇസ് പോസിബിൾ ബൈ ദ കോൺഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. രണ്ട് കോൺഷ്യസ്നെസ്, ഒന്ന് ഈഗോയിക് കോൺഷ്യസ്നെസ്, രണ്ട് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്. സോ ഈഗോയിക് കോൺഷ്യസ്നെസ് ആരംഭിച്ചത് മനുഷ്യൻ നന്മ തിന്മയുടെ വൃക്ഷഫലം തിന്നപ്പോഴാണ്. ഇനി നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, ഇതിപ്പോ നമ്മുടെ സ്കൂളിൽ ഞാൻ നിങ്ങളോട് ഒഴികെ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ തോട്ടത്തിൽ ഇങ്ങനെ ഒരു മരം നട്ടെന്ന് ആ മരത്തിന്റെ പഴമാണ് മരണഹേതുവാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? Do you believe that? ദൈവം ഒരു വലിയ തോട്ടം ഉണ്ടാക്കി, തോട്ടത്തിൽ ഒരു മരം ഉണ്ടാക്കി, ആ മരത്തിൽ പഴം തിന്നരുത് എന്ന അക്ഷരാർത്ഥത്തിൽ ഒരു മരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നോട് പിണങ്ങരുത്, ബൈബിൾ തെറ്റെന്നല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ആ ചിത്രം ഒരു അലിഗോറിക്കലാണ്, അലിഗോറിയാണ്. ദൈവം നമ്മൾ ഒരു മാവിന്റെ മരം നട്ടിട്ട് പറഞ്ഞാൽ ആ മാമ്പഴം തിന്നരുത് എന്നിങ്ങനെ പറയുന്ന, ഡു യു തിങ്ക് ദാറ്റ് ദൈവം അങ്ങനെ അത്രയ്ക്ക് ഒരു ഡു യു തിങ്ക് അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം നൽകുന്നത് ഈഗോയ്ക്കാണ്. രണ്ട്, കോൺഷ്യസ്നെസ് തോട്ടത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല, ദിസ് ഈസ് അനദർ ഡയമെൻഷൻ. മിസ്റ്റിക്കൽ സെയിൽസ്, ലിസൺ ടു മീ, ദിസ് മെസ്സേജ് ഇസ് നോട്ട് ഫോർ ദ പബ്ലിക്, ഇസ് ഫോർ ദ പീപ്പിൾ, ദോസ് ഹു ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. യു ഷുഡ് നോ ദാറ്റ്. സോ ഡോണ്ട് തിങ്ക് ജെനസിസ് ചാപ്റ്ററിൽ ഈ പദങ്ങളെല്ലാം ദൈവം ഒരു മരം ഇങ്ങോട്ടുണ്ടാക്കി അതിനകത്ത് കുറച്ച് പഴങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ അത് തിന്ന കാക്കയും കിളിയും ഒക്കെ ചത്തു വീണോ? അല്ലെങ്കിൽ കാക്കയ്ക്കും കിളിക്കും കോൺഷ്യസ്നെസ് ഉണ്ടായോ? അവിടെ വെച്ച് എന്താ ഉണ്ടായത്? കോൺഷ്യസ്നെസ്, അതായത് ഈഗോയിക് കോൺഷ്യസ്നെസ് ഉണ്ടായത് ഈ നന്മതിന്മയുടെ വൃക്ഷഫലത്തിലാണ്. നന്മതിന്മയുടെ വൃക്ഷഫലം എന്താക്കിയെന്ന് പറയുമ്പോൾ they can lead independent separation. ഇതാണ് ഇമ്പോർട്ടന്റ്, സെപ്പറേഷൻ. ലിസൺ ടു മീ. മരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡോണ്ട് തിങ്ക് ദാറ്റ് മരണം എന്ന് പറയുന്നത് ഒരാൾ ഛേദനയറ്റ് ചലനമറ്റ് പെട്ടിക്കകത്ത് കിടക്കുന്നതിന്റെ പേരല്ല മരണം. മരണം എന്നത്, നമ്മൾ ഇച്ചിരി ഡീപ്പറായി പോവാം, മരണം എന്നത് സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ. തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞ ആദമ മരിച്ചോ? ഇല്ല. പക്ഷെ മരിച്ചു. എങ്ങനെ മരിച്ചു? ഹി സെപ്പറേറ്റഡ്. അതായത് സെപ്പറേഷൻ എന്ന ഒരു കോൺഷ്യസ്നെസ് അവന്റെ ഉള്ളിലുണ്ടായി. ആ കോൺഷ്യസ്നെസ് ആണ് അവനെ ഭയപ്പെടുത്തിയത്. ആ കോൺഷ്യസ്നെസ് ആണ് അവനെ ലജ്ജിപ്പിച്ചത്. ആ കോൺഷ്യസ്നെസ് ആണ് അവനെ അവന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റിയത്, ദൈവത്തിൽ നിന്ന് അകറ്റിയത്, ദൈവ പദ്ധതിയിൽ നിന്ന് അകറ്റിയത്. ആമേൻ. So egoic consciousness began from the tree of good and evil. Good and evil is not a problem. When you entered into good and evil, that means നീ തന്നെ നല്ലത് തീയത് എന്നതിൽ നീ ചൂസ് ചെയ്യുമ്പോൾ you are choosing separation. Amen.
Separation is the problem here. You are not separated. ഇതാണ് നമ്മുടെ പഠനം. നമ്മുടെ ഏൻഷ്യന്റ് ഈ മിസ്റ്റിക്കൽ സ്കൂളിന്റെ തന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് I am not separated from God. I am united with God. You are united with God. Nobody can separate you. അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായോ? റോമൻസ് ചാപ്റ്റർ 8 വേഴ്സിൽ അങ്ങ് താഴെ 36 പറയുന്നു, മരണത്തിനോ ജീവനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ദൂതന്മാർക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. Listen to me. So the fruit of good and evil is a consciousness, is an allegorical reality. Don't be fooled. നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ശാസ്ത്ര ലോകത്തിന് നമ്മൾ കൊടുക്കുക, എല്ലാം വളർന്ന സമയത്ത് ദൈവത്തെ ചീപ്പാക്കുകയാണ്. ഗോഡ് ഭയങ്കര ദൈവം പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് ഒരു മരം ഉണ്ടാക്കിയിട്ടുണ്ട്, പടത്തിന്റെ അടുത്ത്. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സകല പുള്ളികളും ഈ വചനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരു യഹൂദനോട് പോയി ചോദിച്ചു നോക്കുക, യു ജസ്റ്റ് ചെക്ക് വിത്ത് ഒരു ജൂയിഷ് റബ്ബിയോട് പഠിപ്പിച്ചു നോക്കുക. ജൂയിഷ് റബ്ബീസ് ഒരിക്കലും ഇത് അക്ഷരികമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇത് അക്ഷരികമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ 2021 ക്രിസ്ത്യാനികൾ മാത്രമാണ്. ഡോണ്ട് ഫീൽ ബാഡ്. അടിസ്ഥാനം ഇളകിപ്പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ആകപ്പാടുള്ള ഒരു മരമായിരുന്നു. മരം ഒരു പരുവായി, ഒരു ട്രീ ആണ്. അങ്ങനെയാണ് അടുത്ത ചോദ്യം, ജീവവൃക്ഷം ക്രിസ്തു അല്ലേ? ജീവന്റെ വൃക്ഷഫലം ക്രിസ്തുവിനെ അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്? Is it right? അങ്ങനെങ്കിൽ ജീവന്റെ വൃക്ഷഫലം എന്ന് പറഞ്ഞൊരു മരമല്ല, അതൊരു കോൺഷ്യസ്നെസ് ആണ്. ഇപ്പുറത്ത് നിൽക്കുന്ന അറിവും ഒരു മരമല്ല, അത് മറ്റൊരു കോൺഷ്യസ്നെസ് ആണ്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുന്നത് is the place of the tree of life. Oh, glory to God. If the tree of life is the most holy place, the life in the most holy place is the life in the Christ consciousness. Amen. ജീവവൃക്ഷം എന്ന് പറയുന്നത് മാങ്ങായും തേങ്ങയും ചക്കയൊന്നും അല്ലല്ലോ. ജീവവൃക്ഷം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് നിത്യജീവനെ പ്രാപിക്കാനായി ശ്രമിക്കും. അപ്പൊ യേശു ക്രിസ്തുവാണ് ജീവന്റെ വൃക്ഷമെങ്കിൽ അപ്പുറത്തേക്ക് മരം മാവും പ്ലാവും ആപ്പിളും ഒന്നും അല്ല. ചിലരൊന്ന് അത്തിമരമാന്ന് പറഞ്ഞു, ചിലർ പറയുന്നു ഒലുവുമരമാന്ന് പറഞ്ഞു, വേറെ ചിലർ പറയുന്നു അത് ആപ്പിളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആപ്പിൾ തുടങ്ങി തന്നെ. നമ്മൾക്കറിയില്ലേ, ആപ്പിളിന്റെ ചിഹ്നം കണ്ടിട്ടില്ലേ, ഒരു സൈഡിൽ കടിച്ചു വെച്ചേക്കുന്നത്, അതായത് ആദം കടിച്ച ആപ്പിളെന്നാണ്. അത് എവിടുന്ന് തുടങ്ങിയത്? ഈ ആപ്പിൾ കമ്പനിക്കാരൻ തുടങ്ങി തന്നെ ഏദനിലെ നന്മതിന്മയുടെ വൃക്ഷഫലം ആപ്പിളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ആദം കടിച്ചതിന്റെ പാടുണ്ട്, ആപ്പിളിന്റെ ചിഹ്നത്തിനകത്ത് കടിച്ചും പാടും. അങ്ങനെയാണത്. പക്ഷെ ഡോണ്ട് ഫീൽ ബാഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലിസൺ ടു മീ. വി പീപ്പിൾ വി ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ്. ബിക്കോസ് നമ്മൾ ഈ മനുഷ്യൻ ചന്ദ്രനിലേക്കും ഇനി നാളെ ചൊവ്വായിലേക്കൊക്കെ പോകുന്ന വലിയ ശാസ്ത്ര പുരോഗതിയും ഒക്കെയുള്ള ഈ സമൂഹത്തിൽ ബൈബിൾ വെറും ഒരു കഥ പുസ്തകമാക്കരുത്. നമ്മൾ ഇനി ഈ കഥ കൊണ്ട് പോയാൽ ആളുകൾക്ക് അത് കോമിക് മാതിരി തോന്നുന്നു. So we need to find out the reality of God's scriptures. Bible is perfectly perfect, completely complete. Nobody can change it. I believe in the infallibility of the word of God. ദൈവത്തിന്റെ വചനത്തിനകത്തെ അസാധാരണത്വത്തെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, 100% വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ ഒരു കോമിക്കായിട്ടല്ല അത് അവതരിപ്പിക്കേണ്ടത്. there should be an understanding. ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ പറയാം, ഒരു ഉദാഹരണം പറയാം. ശാസ്ത്ര ലോകത്തില് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, നമുക്കറിയാം, ഞാൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു, ന്യൂട്രിയോൺ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയോൺ, ലിസൺ ടു മീ, ന്യൂട്രിയോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ സയൻസ് കണ്ടുപിടിച്ചു. ന്യൂട്രിയോൺ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ ന്യൂട്രിയോണിനെ കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 1 സെന്റിമീറ്റർ സ്ക്വയറിലൂടെ, ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിലെ 1 സെന്റിമീറ്റർ സ്ക്വയറിലൂടെ 100 ബില്യൺ ന്യൂട്രിയോൺസ് പാസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്റെ ശരീരത്തിലെ 1 സ്ക്വയർ ഫീറ്റിലൂടെ, 1 സെന്റിമീറ്റർ സ്ക്വയറിലൂടെ 100 മില്യൺ ന്യൂട്രിയോൺസ് എന്ന് പറഞ്ഞ ആ പാർട്ടിക്കിൾസ് എന്റെ ശരീരത്തെ ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ആമേൻ.
ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ അപ്പൊ എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ എക്സ്റേക്കാളും പവർഫുൾ ആണ്. അപ്പൊ ഓരോരുത്തരുടെ അകത്തോട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. ബൈബിളിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. ബൈബിളിലെ തെളിവ് എന്തെന്നറിയാമോ? അവനിൽ വെളിച്ചം ഉണ്ടായിരുന്നു. അവനിൽ വെളിച്ചം ഉണ്ടായിരുന്നു. അത് മനുഷ്യരുടെ ജീവനായിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അടുത്ത വാക്യം, സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതിന് എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാനില്ല. പക്ഷെ സയന്റിഫിക് വേർഡിൽ നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാം. സത്യ വെളിച്ചം, വാട്ട് ഇസ് എ ട്രൂ ലൈറ്റ്? ട്രൂ ലൈറ്റിന്റെ പ്രത്യേകത, ട്രൂ ലൈറ്റ് വിൽ നെവർ പ്രൊഡ്യൂസ് ഷാഡോ. യഥാർത്ഥ വെളിച്ചം ഒരിക്കലും ഷാഡോ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഈ വെളിച്ചത്തിന് മുമ്പിലാണ്, എന്റെ പിറകിൽ ഷാഡോ ഉണ്ട്. കണ്ടോ? എന്റെ കരത്തിന്റെ ഷാഡോ കുറെ കാണാൻ പറ്റും. ഷാഡോ ഇസ് ദേർ. കാരണം ദിസ് ഇസ് നോട്ട് ദ ട്രൂ ലൈറ്റ്. ട്രൂ ലൈറ്റ് അല്ല. ട്രൂ ലൈറ്റിന്റെ പ്രത്യേകത, ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഒബ്ജക്റ്റ്. ആമേൻ. എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ, യേശുവിന്റെ പ്രകാശം മനസ്സിലാകുന്നുണ്ടോ? യേശു എന്ന പ്രകാശത്തിന് തടസ്സം ചെയ്യാൻ ഒന്നിനും പറ്റില്ല. തടസ്സം ചെയ്താലേ ഇപ്പുറത്തെ സൈഡിൽ ഡാർക്ക്നെസ് വരത്തുള്ളൂ. തടസ്സമില്ലെങ്കിൽ ഇത് ഗോത്രൂ ആണ്. ഗോത്രൂ, അതായത് ഒബ്ജക്റ്റിലൂടെ കടന്നു പോകും. സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ലിസൺ ടു മീ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ വെളിച്ചം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പുറത്ത് ഇരുട്ടുണ്ടാക്കാനായിട്ട് ഈ വെളിച്ചത്തിന് പറ്റില്ല. കാരണം ഈ വെളിച്ചം ഏതൊരു ഒബ്ജക്റ്റിനെയും അകത്തൂടെ കടന്നു പോകും. ആമേൻ. അങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വചനം, വചനം, ഇതിപ്പം വചനം അറിയാവുന്നവർക്ക് ഇത് അകത്ത് കത്തുന്ന ഒരു വേർഡാണ്. ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കുന്നത് വരെ തുളച്ചേരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോഗോസിന്റെ മുമ്പിൽ, ഈ വേർഡിന്റെ മുമ്പിൽ ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല. തടസ്സം നിൽക്കുന്നതിനകത്തൂടെ ഇത് കടന്നു പോകുകയാണ്. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ ദേഹദേഹി ആത്മാവിലേക്ക്, നിങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങളിലേക്ക് നിങ്ങളെ വാസിക്കുകയാണ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ വിശ്വസിക്കുന്നു, ജീവന്റെ വചനം നിങ്ങളുടെ മരണത്തെ തട്ടിത്തെറിപ്പിക്കും. ഏതൊക്കെ മേഖലകളിൽ മരണത്തിന്റെ വാഴ്ചയുണ്ടോ അവിടെയെല്ലാം ജീവൻ വാഴുവാൻ പോകുകയാണ്. ഞാൻ ഇന്നൊരു പ്രവചന ശബ്ദം പോലെ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളുടെ ഉള്ളിൽ ജീവൻ വാഴാൻ പോകുകയാണ്. മരണം വഴിമാറുകയാണ്. മരണത്തെ തട്ടിത്തോപ്പിക്കുക ഈ വെളിച്ചം. ന്യൂട്രിയോൺ എന്ന് പറഞ്ഞാൽ ഇത് ലോകം കണ്ടുപിടിച്ചു. നമ്മൾ പുസ്തകത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്താണ്? അത് സത്യ വെളിച്ചമാണ്. എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമിയിൽ ഡീപ് ഡാർക്ക്നെസ് പോലും പ്രകാശമില്ലാത്ത സ്ഥലമല്ല. എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രിയോൺ പോകാത്ത ഇരുളില്ല. ഇത് പോകുന്നിടത്തൊക്കെയും ഒരു ലൈറ്റ് ഉണ്ട്. അതിനെ ശാസ്ത്രം വിളിക്കുന്ന സിൽവർ ഓഫ് ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. സിൽവർ ഓഫ് ലൈറ്റ്. ഏതൊരു ഇരുട്ടിനകത്തൂടെ ഇത് പാസ് ചെയ്യുകയാണ്. So listen to me. What is നന്മ തിന്മയുടെ വൃക്ഷഫലമല്ല. നമ്മൾ അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, എവറിത്തിങ് വി നീഡ് ടു ടീച്ച്. നമ്മുടെ പുസ്തകം ഒരു ബാലരമ കോമിക് അല്ല. ഇറ്റ്സ് നോട്ട് ഏതെങ്കിലും ഒരു കോമിക് പുസ്തകമല്ല. ടോം ആൻഡ് ജെറി പുസ്തകം വായിക്കുന്ന പോലെയല്ല ബൈബിൾ വായിക്കണം. ബൈബിൾ is a perfectly perfect book. There is an answer for everything in the Bible. So we need to know it well. So what is the good and evil? Good and evil is a consciousness. Amen. Good and evil is a consciousness. അതല്ലേ നല്ലതും തീയതും. നമ്മൾ പറഞ്ഞ മനസാക്ഷിക്ക് ഒത്തു ചെയ്യാൻ പറയത്തില്ല. എന്റെ അർത്ഥം എന്താ? മനസാക്ഷി ശരിയെന്നും തെറ്റെന്നുമാണ് വിവേചിക്കുന്നത്. This is right, this is wrong. It's a consciousness. That consciousness is not from God, that is from yourself. പിടികിട്ടുന്നോ? അത് എവിടുന്ന് വരുന്നതാണ്? നമ്മുടെ സെൽഫിൽ നിന്നാണ്. എന്തുകൊണ്ട് അത് സെൽഫിൽ നിന്ന് വന്നു? Because they took the fruit that died, they separated from God.
That separation is illusion. Listen to me, that separation itself is illusion. Because Adam cannot separate. The death is the consciousness of separation. Death is a consciousness of separation. Separation is an illusion. It's not real. It's not real. Because nobody can separate from God. Amen. ഞാൻ പണ്ട് പറയായിരുന്നു, പിശാചു പോലും ജീവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. Even Satan cannot live without God. Satan is living because of the word. സാത്താൻ പോലും ജീവിക്കുന്നത് വചനം തിന്ന. ഇപ്പൊ മിസ്റ്റിക്കൽ സ്കൂൾ നടക്കുമ്പോൾ ഈ വചനങ്ങൾ ചിലത് വഴിയരികിൽ വീഴും. ആ വഴിയരികിൽ വീഴുന്നത് സാത്താന്റെ ഫുഡാണ്. അതുകൊണ്ട് സാത്താന് ഫുഡ് ഉണ്ടാക്കാൻ ആരും നിൽക്കരുത് പ്ലീസ്. വഴിയരികിൽ വീഴരുത്. അപ്പൊ കർത്താവ് പറഞ്ഞില്ലേ, അത് വഴിയരികിൽ പറവ, അത് സാത്താൻ തിന്നു. അപ്പൊ സാത്താൻ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, സാത്താൻ പോലും ഡോണ്ട് ഫീൽ ബാഡ്, ഓക്കെ, സാത്താൻ നാളിനെ നമുക്ക് പിന്നെ പഠിക്കും. സാത്താൻ പോലും ജീവിക്കുന്നത് ഈ വേർഡ് കൊണ്ട്. ഹി കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ഗോഡ്. സോ ലിസൺ, സെപ്പറേഷൻ ഈസ് ആൻ ഇലൂഷൻ. ഇറ്റ്സ് നോട്ട് റിയൽ. ഇറ്റ്സ് നോട്ട് റിയൽ. സോ സെപ്പറേഷൻ, ഡെത്ത് ഈസ് സെപ്പറേഷൻ. കോൺഷ്യസ്നസ്, അതായത് ഡെത്ത് എന്ന് പറയുന്നത് സെപ്പറേഷന്റെ കോൺഷ്യസ്നസ് ആണ്. ഇത് ഇച്ചിരി ടഫാണ് മനസ്സിലാക്കാൻ, പക്ഷെ ഇത് നിങ്ങളെ ജയത്തിലേക്ക് നടത്താൻ പോകും. ഞാൻ പറഞ്ഞത് ഈ ഒരു ഈഗോയാണ്. ഈഗോയിൽ ജീവിക്കുന്നവർക്ക് they cannot feel the consciousness of God. They cannot express the image of God. They cannot express the character of God. ഈഗോയിൽ ജീവിക്കുന്നവർ, why they are suffering? Because they cannot attend the presence of God. They cannot experience the presence of God because they are living in an illusion that they are separated from God. Amen. That consciousness produces so many thoughts. The suffering is the creation of ego. Amen. ഒരു കാര്യം വ്യക്തം, എന്ന് ഈഗോ ഔട്ട് ആവോ അന്ന് നമ്മുടെ കഷ്ടത അവസാനിക്കും. ആമേൻ. ഒരു കാര്യം ഉറപ്പാ, ലോകത്തിലെ എന്ത് പ്രതിസന്ധി വന്നാലും നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഒരു പ്രതിസന്ധിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു സാഹചര്യത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു ഇല്ലായ്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു പ്രതികൂലത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഇത് ഞാൻ വെറുതെ പുലമ്പുകയല്ല, അതിന്റെ പുറത്ത് കയറി നിന്നോണ്ടാ ഞാൻ പറയുന്നത്. ഒന്നിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്റെ ഈഗോ അടങ്ങിയാൽ, നിന്റെ അകത്തെ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് മുകളിൽ വന്നാൽ നീ ജയിച്ചിരിക്കും. അപ്പോസ്തലനായ പൗലോസ് ജയിച്ചത് അവന്റെ അകത്തെ ഈഗോ ചത്തു. അതുകൊണ്ടായി പുള്ളി പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു. Can you think about why he talk like that? എന്തുകൊണ്ട് ക്രൂശിൽ പ്രശംസിക്കുന്നു പറഞ്ഞത്? അവന്റെ ഈഗോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അതിനെ പഴയ മനുഷ്യൻ എന്ന് പറയും. ആമേൻ. പക്ഷെ നമ്മൾ മിസ്റ്റിക്കൽ സ്കൂൾ അതിനെ ഈഗോ എന്ന് പറയും. ഈഗോയാണ് ക്രൂശിക്കപ്പെട്ടത്. ഈഗോയുടെ പ്രവൃത്തി അഴിക്കാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഈഗോയുടെ തലയാണ് കാൽവറിയിൽ ദൈവപുത്രൻ ചതച്ചു കളഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു. സന്തോഷമാണെങ്കിൽ ഇരുന്ന് ഒരു സ്തോത്രം എന്ന് പറഞ്ഞേരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോൾ പറയും, എനിക്ക് കുരിശിലാണ് പ്രശംസിക്കാനുള്ളത്. കാരണം എന്റെ ശത്രു കുരിശിൽ തറയ്ക്കപ്പെട്ടു, എന്റെ എതിരാളി കുരിശിൽ തകർക്കപ്പെട്ടു. എന്റെ കോൺഷ്യസ്നെസ്സിനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരുന്ന കഷ്ടതയുടെ സകലവിധമായ റൂട്ടും ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു. സോ ഐ ആം പ്രൗഡ് ഓഫ് ദ ക്രോസ്. മനസ്സിലാവുമോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഇത് പുള്ളി പറഞ്ഞത് എവിടെ വെച്ചാന്നറിയാമോ? ഞാനത് വായിച്ചപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാനത് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തലനായ പൗലോസ് അത് പറയാൻ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അതായത് ഒരുപാട് കഷ്ടതയെ കുറിച്ച് പുള്ളി ഇങ്ങനെ വർണ്ണിക്കുന്നു.
ബലഹീനത, അതായത് അദ്ദേഹത്തിന്റെ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ വായിച്ചു മതി, ഞാൻ വാക്യം എടുക്കുന്നില്ല. തന്റെ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം താൻ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ താൻ പ്രശംസിക്കുകയാണ് എന്ന് താൻ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. പുള്ളി പറയുകയാണ്, അധ്വാനം 2 കൊരിന്ത്യർ 11:24, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്. തീർന്നിട്ടില്ല. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ ഞാൻ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. പുള്ളി പറയാ, എന്റെ ബലഹീനത ഞാൻ പ്രശംസിക്കും. താൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഞാൻ കുരിശിൽ പ്രശംസിക്കും. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവുക. ഇവിടെ താൻ പറയുന്നത് ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ദ ക്രോസ്. ഹീസ് പ്രശംസിക്കുന്ന 2 കാര്യം. ഒന്ന് തന്റെ ബലഹീനത, തന്റെ കുരിശ്. കാരണം തന്റെ ഈഗോ കൊണ്ടുവന്ന് കുരിശിക്കപ്പെട്ടത് എവിടെയാണ്? ശ്രദ്ധിക്കുക, നമ്മൾ ഒരാളോട് നമ്മുടെ വെറുപ്പ് എവിടുന്നാ വരുന്നത്? ഞാൻ കണ്ട ഏറ്റവും സിമ്പിൾ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ്, ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തുവിന്റെ സിമ്പിൾ മെസ്സേജ്, ഡു നോട്ട് ആങ്കർ, ഡോണ്ട് ബാക്ക്ബൈറ്റ്. ഞാൻ ബൈബിൾ മൊത്തം പഠിച്ചപ്പോൾ സത്യം പറയാം, യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെല്ലാം കൂടെ കാച്ചി കുറുക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്, 1 സ്നേഹിക്കണം, 2 വിധിക്കരുത്, 3 ക്ഷമിക്കണം, 4 അസൂയ, മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, ആമേൻ, 5 പണത്തെ സ്നേഹിക്കാൻ പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശത്ത് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ സിമ്പിൾ കാര്യങ്ങളെ എടുത്ത് മനസ്സിലാക്കി, ഇതാണ് മനുഷ്യന്റെ കോർ പ്രോബ്ലം. ഈഗോയാണ്. ഞാൻ പറഞ്ഞത് ഈഗോയിക് കോൺഷ്യസ്നെസ് ആണ് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം. ഞാൻ അങ്ങോട്ട് വരിക. നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം ആദം തിന്ന നിമിഷം തന്നെ താന് ഒരു ഫോൾസ് ഐഡിയയിലായി. പിടിയിട്ടില്ലേ? അവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവം ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന് നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നൊരു വാക്കുണ്ട്. വായിച്ചിരുന്നു നിങ്ങൾ? വാസ്തവത്തിൽ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? അങ്ങനെയല്ല. ദൈവം പറയുകയാണ്, മനുഷ്യർ നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്നു, എന്നിട്ടും ലിസൺ, ഓ വണ്ടർഫുൾ, മനുഷ്യൻ നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്നു, എന്നിട്ടും മനുഷ്യൻ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നല്ലോ. ദൈവത്തിന്റെ കൺസേൺ മനസ്സിലായി ഞാൻ പറയുന്നത്. തിന്നിട്ട് അപ്പൊ ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന അറിയാമോ, അപ്പൊ ദൈവവും സാത്താനും ഒക്കെ ഒരുപോലെ സംസാരിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഈ അവിടെ പാമ്പ് വന്നിട്ട് പറഞ്ഞുകൊണ്ട്, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആവുമെന്നില്ലേ? അങ്ങനെ തന്നെയല്ലേ? തിന്നുന്ന നാളിൽ ആരെ പോലെ ആവുമെന്ന്? ദൈവത്തെ പോലെ ആവും. പക്ഷെ ദൈവം അത് കഴിഞ്ഞിട്ട് വന്ന് മലയാളം വായിച്ചാൽ മനസ്സിലാക്കും, ദൈവവും സാത്താനും ഒക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. ദൈവവും സാത്താനും ഒക്കെ ഒരുപോലെ തന്നെയാണെന്ന് വിചാരിക്കും. യഹോവയെ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയാത്തക്കാണ് നമ്മളൊരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നൊരു വാക്കാ. ആയിത്തീർന്നിരിക്കുന്നു എന്ന വാക്കിന്റെ ഒറിജിനൽ അർത്ഥം ആയിരുന്നു എന്നാണ്. ദൈവം ഇങ്ങനെ പറഞ്ഞേ, മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു, എന്നിട്ടും അവൻ കൈ നീട്ടി ഇത് ഭക്ഷിച്ചല്ലോ എന്നാ ദൈവം ചോദിച്ചത്. അതായത് മനുഷ്യർക്ക് ദൈവം ഓൾറെഡി എന്ത് കൊടുത്തിരുന്നു? ഇത് തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തിരുന്നു. പക്ഷെ എന്തു പറ്റി? മനുഷ്യന് തനിക്ക് കിട്ടിയ ഐഡി സൂക്ഷിക്കാൻ പറ്റിയില്ല. ഹി ചൂസ് എ ഫോൾസ് ഐഡി. ഇന്നത്തെ ക്ലാസ് ഇച്ചിരി ഇച്ചിരി ടഫാ, എന്നാലും ഇത് ഭയങ്കര പവർഫുൾ ആണ്. കാരണം ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ അകത്ത് അത്ര ദൈവശക്തിയും അത്ര ബലം വ്യാപരിക്കുന്നുണ്ട്. റിസീവ് ഇറ്റ്. കാരണം നമ്മൾ ഒരു കോമിക് കഥയല്ല ലോകത്തിന് പറയാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു ടോക്ക് ടു ദ സയന്റിസ്റ്റ്. നിങ്ങൾ വലിയ ഹയർ എഡ്യൂക്കേറ്റഡ് ആളോട് സംസാരിക്കുമ്പോൾ ഡോണ്ട് ഗോ ആൻഡ് പ്രീച്ച് അബൌട്ട് ദ സ്റ്റോറീസ്. പ്രീച്ച് ദ റിയാലിറ്റി. പ്രീച്ച് ദ റിയാലിറ്റി. So the consciousness, good conscious, bad conscious. Good and bad consciousness is the consciousness of ego. It's not God's consciousness. Amen. അതിന്റെ റിസൾട്ട് എന്താണ്? ഫസ്റ്റ് ഫിയർ.
Fear is opposite of love. ധൈര്യമല്ല ഭയത്തിന്റെ ഓപ്പോസിറ്റ്. നിങ്ങളുണ്ടോ അവിടെ? ധൈര്യമല്ല ഭയത്തിന്റെ ഓപ്പോസിറ്റ്, വിപരീതം സ്നേഹമാണ്. The Bible says തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. Amen. Fear, the cause of fear is the consciousness of separation. Oh, the reason of fear, ഭയത്തിന്റെ മൂല കാരണം ഞാനും ദൈവവും വേർപെട്ടുപോയി എന്ന മനസാക്ഷിയാണ്. Amen. You are in the most holy place, and we know that separation is an illusion. First thing, മനുഷ്യൻ ആദ്യം സംഭവിച്ചത് fear. Second, hiding from others and hiding from God. Glory to God. The Bible says, listen, shame, fear, hiding, and accusation. There is no nature of God in ego. An egoic consciousness il jeevikkunna oru person is carrying that nature of devil. Amen. ഏറ്റവും ശ്രേഷ്ഠവും മനോഹരവും അത്ഭുതാവഹവുമായ ഒരാത്മീക ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടുവാൻ ഈ തലമുറയിൽ ദൈവം കണ്ടവരോട് ഞാൻ സംസാരിക്കുന്നു. ബേസിക്കലി നമ്മളിൽ നിന്ന് ഈഗോയെ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. ഈഗോയെ എടുത്തു മാറ്റിയാലേ നാം സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കത്തുള്ളൂ. എപ്പോഴും സന്തോഷിപ്പിൻ. അത് സംഭവിക്കാത്തതിന്റെ കാരണം ഈഗോയാണ്. ഈഗോയാണ് ഇത് വരാതിരിക്കാനുള്ള കാരണം. The persons, those who are living in ego, they cannot rejoiceful, they cannot be joyful. They'll be always sad. Amen. They cannot forgive others. They will see accusation. Accusation കണ്ടിട്ടില്ലേ? മറ്റുള്ളവരെ accuse ചെയ്യും. That person is wrong, this person is wrong, that person is wrong. Because of that person I am like this. ആള് കാരണമാണ് ഇങ്ങനെയായത്, അവള് കാരണമാണ് ഇങ്ങനെയായത്. ചില ഭർത്താക്കന്മാർ പറഞ്ഞിട്ട് എന്റെ ഭാര്യ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ചില ഭാര്യമാർ പറയും എന്റെ ഭർത്താവ് കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ഞാൻ നല്ല ആളായിരുന്നു, ഞാൻ പണ്ട് നല്ല ആളായിരുന്നു, ഇങ്ങനെ കാരണമാണ് ഇങ്ങനെയായത്. ഇതെല്ലാം ഈഗോയാണ്. ഇതൊന്നും ദൈവത്തിന്റെ പരിപാടിയല്ല. അക്യൂസേഷൻ. അതുകൊണ്ടാണ് അക്യൂസ് ചെയ്യുന്ന ആളിനെയാണ് ബൈബിൾ സാത്താൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? അക്യൂസേഷൻ. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ എന്ന് വിളിക്കുന്ന ആളിന്റെ പേര് കുറ്റം ആരോപിക്കുന്നവൻ, അക്യൂസർ. അക്യൂസേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഈഗോ, ഈഗോയിക് കോൺഷ്യസ്നസ്. ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് ക്യാരക്ടർ ഫോർമേഷൻ. മഹത്വത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്നവരെങ്കിൽ നിങ്ങളെയും എന്നെയും ദൈവം രൂപപ്പെടുത്തുന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ദൈവം രൂപീകരണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് ഞാൻ ഈ ക്ലാസ് നിങ്ങളുടെ അടുത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. റാഡിക്കൽ ചേഞ്ചസ് ആണ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഞാൻ നോക്കി പറയാം. മുടിയമ്പുത്രൻ എങ്ങനെയാണോ അപ്പന്റെ ഭവനത്തിലേക്ക് നേരെ എബൌട്ട് എടുത്ത് തിരിഞ്ഞത്, അതുപോലെയുള്ള ഒരു റാഡിക്കൽ ചേഞ്ച് ആണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യ പരിശുദ്ധ സ്ഥലത്താണ് സ്വഭാവ രൂപീകരണം.
ആമേൻ. കാരണം നീ ഇതിനകത്ത് രൂപീകരിക്കപ്പെട്ടാലേ നാളെ നിന്നെ സിംഹാസനത്തിൽ കൊണ്ട് നിർത്താൻ പറ്റത്തുള്ളൂ. നാളെ 10,000ങ്ങളുടെ മുമ്പിൽ, 1000ങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രത്തിന്റെ അധികാരിയായി ശ്രേഷ്ഠമായ പദവിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ അന്ന് ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് രൂപീകരണം സംഭവിക്കണം. നാളെ ജോസഫിനെ കുറിച്ച് ലോകത്തിന് വിരൽ ചൂണ്ടി ഒരു കാര്യം പോലും സൂചിപ്പിക്കാനില്ലാതെ പവിത്രമായ അവന്റെ ജീവിതം മാറണമെങ്കിൽ ഈ യാത്രയിൽ ജോസഫേ നീ മോസ്റ്റ് ഹോളി പ്ലേസിലൂടെ പോകണം. നിന്റെ സ്വഭാവം മാറിയേ പറ്റത്തുള്ളൂ. ദൈവം നമ്മളെ മാറ്റുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. God is changing you, brothers and sisters. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം നിന്നുപോയത്, ദൈവത്തിന്റെ പദ്ധതികൾ നടക്കാതെ പോയത്. ദൈവസന്നിധിയിൽ സമർപ്പിച്ചോട് നമുക്കും പറയാം, ദൈവമേ എന്നെയും കൂടെ രൂപാന്തരപ്പെടുത്തണമേ. ഇവിടെ ആദ്യം ദൈവം നമ്മോട് ഇടപെടുക. ദൈവം ഇടപെടുക. മദ്യപാനം മാറ്റാനല്ല ദൈവം പറയുന്നത്, വെറുക്കൂത്ത് മാറ്റാനല്ല പറയുന്നത്, ചീട്ടുകളി മാറ്റാനല്ല പറയുന്നത്. ഇതൊന്നുമല്ല ഏറ്റവും സീരിയസ് പ്രോബ്ലം. ഒരാൾ രക്ഷിക്കപ്പെട്ട് പള്ളിയിലോട്ട് വരുക, ചർച്ചിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് ആ ചർച്ചിലോട്ട് വരുമ്പോൾ നമ്മളെന്ന് പറയും, മദ്യപിക്കരുത്, ബീഡി വലിക്കരുത്, പുകയില ചവയ്ക്കരുത്, പാൻപറാഗ് വെക്കരുത്, എന്തുവാ തമ്പാക്ക് വെക്കരുത്, ഒന്നും ചെയ്യരുത്, മീശ നീട്ടി വളർത്തരുത്, മുടി നീട്ടി വളർത്തരുത്, സിനിമയ്ക്ക് പോകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ പ്രോബ്ലം കിടക്കുന്നത് ഇവിടെ ഒന്നുമല്ല. പ്രോബ്ലം കിടക്കുന്നത് ഇവിടെയാണ്. പ്രോബ്ലം കിടക്കുന്നത് ഈഗോയാണ്. ഈഗോയെ സബ്മിസീവ് ചെയ്യണം. കാരണം ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് രംഗത്ത് വരുന്നത് ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ മനോബോധം നിങ്ങളെ ജയാളികളാക്കി മാറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ശത്രുവിനെ ഡീൽ ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും വലിയ ശത്രുവിനെതിരെയാണ് നിൽക്കുന്നത്. അത് മനസ്സിലായവർക്കായി സ്തോത്രം. കാരണം ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് നല്ലതിലും തീയതിലും അല്ല. അബ്രഹാം, ശ്രദ്ധിക്കുക, അബ്രഹാം അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടി, ദൈവം പ്രത്യക്ഷനായി, ദൈവമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ കൂടെ നടന്നു, ദൈവശബ്ദം കേട്ടു, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടു, ദൈവീയ ആലോചനകൾ കേട്ടു. എവിടെയെങ്കിലും നന്മ തിന്മയുടെ കഥയുണ്ടോ? ശ്രദ്ധിക്ക്. അബ്രഹാമിനോട് നീ നിന്റെ വിഗ്രഹത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞോ? പറഞ്ഞില്ല. അന്യദേവനെ ഉപേക്ഷിക്കാൻ പറഞ്ഞോ? പറഞ്ഞില്ല. പാപപ്രവൃത്തി ഉപേക്ഷിക്കാൻ പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം ആ വിളിക്കകത്ത് കോൺഷ്യസ്നസ് ഒരിക്കലും ഈ ഈഗോയിക് കോൺഷ്യസ്നസ് അല്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞത് ഇങ്ങനെയാ, നിന്റെ പിതൃഭവനത്തെയും നിന്റെ അപ്പന്റെ ഭവനത്തെയും വിടുക, ദേശത്തെ വിടുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്ന കോൺഷ്യസ്നസിന്റെ അപ്ലിക്കേഷൻ ഇല്ല. പക്ഷെ ആ വിളിക്കകത്ത് വേറൊരു കോൺഷ്യസ്നസ് നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാകും, നിന്റെ സന്തതി, കമോൺ, വേറൊരു വിഷയം വരിക, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളെ അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞ മുഴു യൂണിവേഴ്സിനെയും മുഴു കോസ്മോസിനെയും ചേർത്ത് വെച്ചിട്ട് പറയുക, because of your child. Who is that? Christ. Christ. God was not talking about his sin. He's not talking about his idolatry. He's not talking about his idol worship. He's not talking about his bad behavior. No. God was not promoting egoic consciousness, but God was promoting Christ consciousness in the promises. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പുത്രൻ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. That is not egoic consciousness. That is Christ consciousness. That is the consciousness of the Son of God. ക്രിസ്തുവിന്റെ മനസ്സ് കേട്ടില്ലേ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. എന്തോ ക്രിസ്തുവിന്റെ മനസ്സ്? ക്രിസ്തുവിന്റെ കോൺഷ്യസ്നസ് ആണ്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങളിൽ മാറ്റങ്ങൾ തുടങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തോറ്റതിന്റെ കാരണം നമ്മുടെ ഈഗോയാണ്. നമ്മൾ പരാജയപ്പെട്ടതിന്റെ കാരണം നമ്മുടെ ഈഗോയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പരാജയത്തിന്റെ മൊത്തത്തിന്റെ റീസൺ ഈഗോയാണ്. ഇന്ന് രാത്രി ഈഗോയുടെ അടിവേര് ദൈവം
തളർത്ത്. കാരണം ഈഗോ അല്ല നമ്മളെ നടത്താൻ പോകുന്നത്. നമ്മൾ ട്രൂ ഐഡിയയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. സത്യത്തിന്റെ പാതയിലേക്ക് ദൈവം കൊണ്ടുവരിക. Listen, I want to tell you a question. I want to tell you a statement. You failed. You failed, but you are not a failure. നീ തോറ്റു, പക്ഷെ നീ ഒരു തോൽവി അല്ല. പക്ഷെ നിന്റെ ഈഗോ പറയും നീ തോറ്റു, നീ എഴുന്നേക്കത്തില്ല, നീ തളർന്നു പോകും, നീ തകർന്നു പോകും. പക്ഷെ നിന്റെ ഈഗോയോട് പറ, ഇനി നീ പറയുന്നത് കേട്ടല്ല ഞാൻ ജീവിക്കാൻ പോകുന്നത്, ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചോണം. എനിക്ക് എൻ്റെ ട്രൂ ഐഡി മനസ്സിലായി, എനിക്ക് എൻ്റെ ട്രൂ കോൺഷ്യസ്നെസ് തിരികെ കിട്ടി. ഞാൻ ഇന്നു മുതൽ ജീവിക്കാൻ പോകുന്നത് നന്മ തിന്മയുടെ കോൺഷ്യസ്നെസ്സിലല്ല. അത് മരണത്തെ കൊണ്ടുവരുന്നു, ശാപത്തെ കൊണ്ടുവരുന്നു, രോഗത്തെ കൊണ്ടുവരുന്നു, തോൽവിയെ കൊണ്ടുവരുന്നു, കഷ്ടത്തെ കൊണ്ടുവരുന്നു, തകർച്ച കൊണ്ടുവരുന്നു. പക്ഷെ ഞാൻ ഇന്നു മുതൽ ജീവിക്കാൻ പോകുന്നത് എൻ്റെ ക്രിസ്തുവിന്റെ കോൺഷ്യസ്നെസ്സിലാണ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ്. മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ഈ 4 സുവിശേഷത്തിന്റെ ചരിത്രത്തിന്റെ സീക്രട്ട്, ദ കോൺഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ അത്ഭുതങ്ങളുടെയും താക്കോൽ, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ മിറക്കിൾ മിനിസ്ട്രി എന്ന് യേശുവിനോട് ചോദിച്ചാൽ, ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് മാൻ വിൽ ഡിക്ലെയർ ലൈക്ക് ദിസ്, ദ കോൺഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ മിനിസ്ട്രി. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ജീസസ്, നമ്മൾ ഈ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട് ക്രൈസ്റ്റ്? What do you are thinking about Christ? Christ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ഒടുക്കത്തെ പേരാണ് ക്രൈസ്റ്റ്. അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത? ഹലോ, യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ പേരാണ്, ദ ലാസ്റ്റ് നെയിം ഓഫ് ജീസസ് ഈസ് ക്രൈസ്റ്റ്. അങ്ങനല്ലേ? പക്ഷെ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലാസ്റ്റ് നെയിം ഓഫ് ജീസസ് അല്ല. ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ജീസസിന്റെ കോൺഷ്യസ്നെസ്. ഇതിങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ കാരണം, ഇതിങ്ങനെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ജീസസ് എന്ന മാൻ, സൺ ഓഫ് മാൻ, കോൺഷ്യസ്നെസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ജീസസ് ദ മാൻ, ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്. ജീസസ് ദ മാൻ lived on this earth with the consciousness of son of man, son of God, Christ. Christ is the consciousness. അങ്ങനല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. കോൺഷ്യസ്നസ്, ഇറ്റ് വാസ് യുണൈറ്റഡ്, there is no separation. ഹലോ, ഈഗോയ്ക്കാണ് സെപ്പറേഷൻ, ക്രിസ്തുവിന് സെപ്പറേഷൻ ഇല്ല. That's why the Bible says the word was face to face with God, the word was God, and by him all these things were created. Everything was created by him. എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. മോസ്റ്റ് ഹോളി പ്ലേസിൽ നാം പ്രാപിക്കേണ്ട കോൺഷ്യസ് പറഞ്ഞ ഈ, അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ, നീതിമാന്റെ ബോധം. Remember that word, in Luke chapter 1 verse 17, എലൈജായുടെ മിനിസ്ട്രിയാണ്. ലിസൺ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ മിനിസ്ട്രി പോകുന്നത്, നമ്മുടെ ഈ ക്ലാസ് പോകുന്നത് 2 സ്ട്രീമിലാണ്. ഒന്ന് എലൈജ, മറ്റൊന്ന് ഹാനോക്ക്. Okay, Elijah, Hanok, both of these giants represents a life without death. Amen. Amen. There is death in relationship, death in life, death in ministry, death in business. Death is not, I'm talking about lifeless condition. Death, I'm talking about separation. Amen. So Hanokum, Elijah, both of these streams represents the overcoming death. So Elijah came, the Bible says, അപ്പന്മാരെ മക്കളുടെ ഹൃദയത്തോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നീതിമാന്മാരുടെ ബോധം. നീതിമാൻ, the mindset of the righteous, അല്ലെങ്കിൽ the phronesis, അവിടെ കൊടുത്തിരിക്കുന്ന പദം phronesis is a Greek word, is talking about the wisdom, higher kind of wisdom.
Phronosis of the righteous. Phronosis of the righteous is the consciousness of the righteous. Christ consciousness. Wow. Wisdom. Wisdom of God. There are three kinds of wisdom. Hello? On the theoretical wisdom, that is the Sophia. And the practical wisdom, that is Sunesis. Moon, revelational and higher kind of wisdom, that is Phronosis. Sophia, Sunesis, and Phronosis. Phronosis is the consciousness. And God, oh my goodness, God created this whole universe with Christ. മറ്റൊരു ദൈവത്തിന്റെ ജ്ഞാനത്താൽ ഇവയൊക്കെ ഉണ്ടാക്കി വായിച്ചിട്ടില്ലേ? ജ്ഞാനത്താൽ ഇവയൊക്കെ ഉണ്ടാക്കി. God created everything with wisdom. That wisdom ഏതാണ്? Consciousness of Christ ആണ്. So the God created this entire cosmos with the consciousness of Christ. So consciousness of Christ is the foundation of creation. So if we want to do a miracle ministry, this is the foundation, Christ consciousness. I'm telling you, you are not going to do miracle ministry. Miracle ministry is the secondary. You are going to become a miracle. You are going to become a miracle. You're going to dominate time. You're going to dominate circumstances. Amen. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. How Jesus changed the circumstances. ക്രിസ്തു എങ്ങനെയാണ് സാഹചര്യങ്ങളെ മാറ്റിയത്? Everybody listen to me. ക്രിസ്തു സാഹചര്യങ്ങളെ മാറ്റിയതിന്റെ കാരണം, സാഹചര്യങ്ങൾ ക്രിസ്തുവിനെ മാറ്റിയില്ല, അതുകൊണ്ടാണ്. സാഹചര്യങ്ങൾ നിന്നെ മാറ്റിയാൽ നിനക്ക് സാഹചര്യത്തെ മാറ്റാൻ പറ്റില്ല. Jesus was never ever be changed by circumstances. That's why he changed the circumstances. But the people, those who are living in ego, they will be moved and changed by circumstances. Mystics, can you listen? പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? സാഹചര്യങ്ങൾ നിങ്ങളെ മാറ്റരുത്. സാഹചര്യങ്ങൾ നിങ്ങളെ മാറ്റാതിരിക്കണം. നിങ്ങളുടെ ഈഗോ പൊളി പോണം. ആമേൻ. ദൈവമേ സ്തോത്രം. ഞാനിത് എങ്ങനെയൊന്ന് പറഞ്ഞു തരാൻ, അത് നമ്മൾ പറഞ്ഞ ഉദാഹരണം പറയാം. ഇപ്പം യേശുക്രിസ്തുവും ശിഷ്യന്മാരെല്ലാം കൂടെ പടകിലൂടെ യാത്ര ചെയ്യാം. പടകിലൂടെ യാത്ര ചെയ്തപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ആ കാറ്റും കോളും കണ്ടിട്ട് എന്തായി മാറി? വചനം പറഞ്ഞത് ഭയപ്പെട്ടതല്ലേ? ഭയം എന്തിന്റെ കാരണം? വൈ ഫിയർ? സെപ്പറേഷൻ, ഇലൂഷൻ. സെപ്പറേഷനാണ് ഫിയർ, സെപ്പറേഷൻ കാരണമാണ്. മനസ്സിലായവർ മാത്രം സ്തോത്രം ചെയ്ത്. ഇത് ചുമ്മാതെ ആവേശം കൊള്ളിക്കുന്ന സംഭവമല്ല, ഇത് വളരെ സീരിയസ് മാറ്ററാണ്. ഫിയർ, സെപ്പറേഷൻ. അതിന്റെ അർത്ഥം കൂടെ യേശു ഉണ്ടായിട്ടും യേശു അവരുടെ കൂടില്ലെന്നുള്ള സെപ്പറേഷൻ, ഇലൂഷൻ വന്നു. അപ്പൊ ശിഷ്യന്മാര് ഈഗോയിക്കിലാണെന്നുള്ളതിന്റെ തെളിവാണ് അവിടെ വെളിപ്പെട്ടത്. അതായത് ശിഷ്യന്മാർ സാഹചര്യത്തിൽ അവരാരെന്ന് വെളിപ്പെട്ടു. കാറ്റും കോളും ഇല്ലെങ്കിൽ ഇവർ ദൂതന്മാരായിരിക്കും. കാറ്റും കോളും വരുമ്പോഴാണ് ഇവർ കറക്റ്റ് ഡെവലപ്പ് ആവത്തുള്ളൂ. ഓരോ മനുഷ്യരുടെയും തനി സ്വഭാവം വെളിപ്പെടുന്നത് പ്രതിസന്ധിയിലാണ്. ശ്രദ്ധിച്ചോ? നീ ആരാന്ന് വെളിപ്പെടുന്നതിന് ഒരിക്കലും സാഹചര്യം, അനുകൂല സാഹചര്യത്തിൽ നീ മാലാകയും നീ ഗബ്രിയേലിന്റെയും മീകായിലിന്റെയും കൊച്ചുമക്കളും പെങ്ങളും ആങ്ങളെയും ഒക്കെ ആയി കണ്ടാൽ വലിയ ദൂതനായിട്ട് തോന്നും. പക്ഷെ പ്രതിസന്ധി വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നീ പക്കാ ഡെവിളാണ്. സത്യമല്ലേ? പാവം പോലെ നടക്കും. വെള്ള സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്ന കണ്ടാൽ വിചാരിക്കും ഏതോ മാലാക കുഞ്ഞു വരുവാണ്. എന്തെങ്കിലും ഒരു ഇറിറ്റേറ്റിംഗ് സ്വഭാവം, ഒരു സാഹചര്യമായാൽ കറക്റ്റ് അന്നേരം ഈ വെള്ളസാരിക്കകത്ത് രണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ട് യക്ഷിയാവും. കളിയാങ്കാട്ട് നീലി
യക്ഷിയാകാതെ കറക്റ്റ് വെള്ളസാരി തന്നെ. യക്ഷിക്കും വെള്ളസാരിയാണ്. സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഈഗോയാണ്. ഈഗോ ചാടി വരുന്നതാണ്. ട്രൂ ഐഡിയ ഇല്ല. ട്രൂ ഐഡിയ ഉള്ള ഒരാൾ അകത്ത് കിടപ്പുണ്ട്. യേശു ക്രിസ്തു, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. പുള്ളി എങ്ങനെ സാഹചര്യത്തെ കണ്ടെന്ന് നോക്കാം. കാറ്റ് വന്ന് കോള് വന്ന് യേശു ക്രിസ്തുവിന്റെ ഇരിക്കുന്ന പടകം നിറഞ്ഞ് എന്നിട്ട് പുള്ളി ഉറക്കം എഴുന്നേറ്റില്ല. അതാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. പുള്ളിക്കകത്ത് ആ കോൺഷ്യസ്നെസ്സിലാണ് ജീവിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? സാഹചര്യങ്ങൾ യേശുവിനെ ചലിപ്പിച്ചേ ഇല്ല. സാഹചര്യങ്ങൾ, പ്രതിസന്ധി, ഭയങ്കര കാറ്റ്, കോള്, ഇപ്പൊ മുങ്ങും, ഇങ്ങനെ വരുമ്പോൾ ശിഷ്യന്മാര് ഈഗോയിക് കോൺഷ്യസ്നെസ്സിനാണ് തെളിഞ്ഞു. യേശു ക്രിസ്തു സൺ ഓഫ് ഗോഡ് ആണെന്ന് തെളിഞ്ഞു. ഓ, നീ ദൈവപുത്രനാണെന്ന് തെളിയാൻ നിന്റെ പ്രതിസന്ധിയെ ദൈവം മാറ്റാൻ പോവുക. നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനാണ് നിന്റെ വീട്ടിൽ കാറ്റ്. നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനാണ് നിന്റെ പടകിൽ കോള്. നീ അത്യുന്നതന്റെ വേലക്കാരനും ദൈവത്തിന്റെ മകനാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയാൻ പോകുകയാണ്. പ്രതിസന്ധി നിന്നെ മുക്കാനല്ല, പ്രതിസന്ധി നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, ക്രിസ്തുവിന്റെ ആ സ്വഭാവം അങ്ങോട്ട് റിവീലായി. ക്രിസ്തു കൊണ്ട് കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക, മിണ്ടാതായി. കൂടെ നിന്ന മുഴുവൻ ആളുകളും ജീസസിനുണ്ട്. ട്രൂലി യു ആർ ദ സൺ ഓഫ് ഗോഡ്. എന്താ വെളിപ്പെട്ടത്? ട്രൂലി യു ആർ ലിവിംഗ് ഇൻ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പോവാ. ഒറ്റ പ്രതികൂലങ്ങളിൽ മിസ്റ്റിക്കൽ തലമുറ തളരരുത്. മുഴുവൻ അടിയിളകിയെന്നും വേരിളകിയെന്നും പ്രതികൂലങ്ങളാണെന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെന്നും എല്ലാവരും എതിരാണെന്നും ഒക്കെ 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 വന്നാലും അതിന്റെ നടുവിൽ ഉറച്ചു നിന്നിട്ട് വിളിച്ചു പറ, എന്റെ ഈഗോ അല്ല ഇവിടെ വെളിപ്പെടാൻ പോകുന്നത്. എന്റെ അകത്ത് ട്രൂ ഐഡന്റിറ്റി, ദ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് പുറത്തേക്ക് വരാൻ പോവുകയാണ്. ആമേൻ. God is transforming your nature. Character formation. Character formation അത് പ്രധാനപ്പെട്ടത് ഇതാണ്. ഇവിടെയാണ് ക്ഷമിക്കപ്പെടാൻ പറ്റുന്നില്ല. Brothers and sisters, you cannot be a gospel preacher without knowing that every human being is already forgiven. ലോകത്തിലെ സകല മാനവരാശിയും എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം അറിയാത്ത ഒരാൾക്ക് സുവിശേഷം പറയാൻ പറ്റില്ല. സുവിശേഷം forgiveness കൊണ്ടു കൊടുക്കുന്നിടമല്ല, വാക്സിൻ കൊണ്ടു കൊടുക്കുന്ന പോലെ. ഇതാണ് കൊറോണ വാക്സിൻ ഇഞ്ചക്ഷൻ. The first is going and second will come after 20 days. ആദ്യത്തെ forgiveness, പിന്നെ ബ്ലഡിന്റെ forgiveness. No, there is no such thing. Already forgiven. Gospel is not a message of conditions. Gospel a message without condition. Can you imagine that God is love? ദൈവ സ്നേഹമാണ് ഇത്ര പേർ വിശ്വസിക്കുന്നു. അഗാപ്പെ ലവ്, അൺകണ്ടീഷണൽ ലവ് ആണ്. ദൈവം സ്നേഹിക്കുന്നല്ല, ഗോഡ് ഈസ് ലവ്. അങ്ങനെയെങ്കിൽ the whole cosmos is filled with the love of God. The whole cosmos is filled with the love of God. Everywhere you can see the love of God. That's what we are saying. See the people as totally forgiven and innocent. ഒരു കൊലപാതകൻ 100 പേരെ കൊന്നവന്റെ കണ്ണിലോട്ട് സൂക്ഷിച്ച് നോക്കിക്കേ. ആ കണ്ണിൽ നിങ്ങൾക്ക് നിഷ്കളങ്കത കാണാൻ പറ്റും. You can see the innocence in the eyes of that cruel man, because according to the God's word, because of the cross of Jesus Christ, that person is totally forgiven. 100% forgiven. Hallelujah. The life in the most holy place, എന്നോട് പറഞ്ഞു ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾ 100% believe it. Everybody is forgiven. Forgiveness is the greatest gift in the world. Heaven അല്ല, സ്വർഗമല്ല ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരം മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് forgiveness. The Bible says go and preach forgiveness and repentance. Amen. അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, you forgive yourself first. You don't want to ask God, ദൈവമേ നീ ക്ഷമിക്കണത്, നീ ദൈവത്തിനടുത്ത് കരയേണ്ട ആവശ്യമില്ല. ദൈവം പറയും, you forgive yourself. You forgive yourself. നീ നിന്നെ തന്നെ ക്ഷമിക്ക്. നിന്റെ അകത്താണ് ആദ്യം ക്ഷമ വരേണ്ടത്. You are suffering because you are not forgiving.
ആമേൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു കുരുക്ക് വാക്യം ബൈബിളിൽ വെച്ചിട്ടുണ്ട്. കുരുക്ക് വാക്യം. ആ പ്രാർത്ഥനയ്ക്കകത്തൊരു കുരുക്ക് വാക്യം അറിയാമോ? സ്വർഗത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ ലോർഡ്സ് പ്രയറിനകത്തെ കുരുക്ക് വാക്യം. കർത്താവ് ഭയങ്കര മിടുക്കനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം. അതുകൊണ്ടാണ് തോന്നി ഈ പ്രാർത്ഥന നമ്മുടെ സുവിശേഷ സഭകളെല്ലാം എടുത്ത് കളഞ്ഞത്. കാരണം വലിയ മെനക്കെട്ട പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ക്ഷമിച്ചിട്ട് വരണം പ്രാർത്ഥിക്കാൻ. ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കാൻ. അൺകണ്ടീഷണൽ അല്ല ഇത്. ഇതാണ് കിങ്ഡം സ്റ്റാൻഡേർഡ്. യു cannot forgive others without forgiving yourself. Amen. So ego is the first consciousness. That is a false consciousness. That is egoic consciousness produces death. 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 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരണം. മരണം ഈഗോയിലാണ് വരുന്നത്. Sickness is the part of ego. Suffering is from ego. Fear is from ego. Inferiority is from ego. Every sickness is connected with your mind. Ego will always produce toxins, toxic thoughts. വിഷലബ്ധമായ ചിന്തകളാണ് ഈഗോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. That will affect your brain. That will affect the neuron system. That will affect your brain, your mind. Many people are sick because they are living in ego. That is the production. That is the fruit of good and evil. എത്ര പേർക്ക് പിടികിട്ടി? ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്നത് ഈഗോയിക് കോൺഷ്യസ്നെസ് ആണ്. മറക്കല്ലേ പ്രിയരെ. But God wants to ജനങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കേണ്ടത്? ജനങ്ങൾ ഒരിക്കലും ഈഗോയിലല്ല ജീവിക്കേണ്ടത്. പിന്നെ എവിടെ ജീവിക്കണം? ജീവന്റെ വൃക്ഷത്തിൽ ജീവിക്കണം. That is Christ. That's why God is rising a generation. This is an eagle generation. ഞാൻ വിശ്വസിക്കുന്നു ഇത് സ്വർഗമണ്ഡലത്തിലേക്ക് പറന്നു കയറി പുത്രനായ യേശുക്രിസ്തുവിന്റെ മാംസം ഭക്ഷിക്കുന്ന കഴുകന്മാരാണ് നിങ്ങളും ഞാനും. We are eating Christ because we are living in the consciousness of Jesus Christ. And God is produced. നിങ്ങൾ ക്രിസ്തുവിന് സമരായി മാറുക. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് പുത്രനെ പോലെയായി മാറേണ്ടതിന്, നാം അവന്റെ പുത്രന് അനുരൂപരായി മാറേണ്ടതിന് ലോകസ്ഥാപനത്തിന് വന്ന് മെത്തറിഞ്ഞു. പുത്രന് അനുരൂപരാകുക. ലിവിംഗ് ലൈക്ക് ക്രൈസ്റ്റ്. Oh, hallelujah. God is rising a people of God, rising a generation. And another one, I want to tell you one thing. But the egoic consciousness will produce suffering, will produce all type of death, separation and all these things. ഇത് മനുഷ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സമാധാനം അവിടെ പോവുകയാണ്. വറീസ് ഉണ്ടാകുക. നമ്മൾ കേട്ടില്ലേ വറി ഉണ്ടാകുക? എവിടെ? ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടോ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മിൽ പാർത്തു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഇടയിൽ പാർത്തുന്നല്ല, നമ്മിൽ പാർത്തു. ഇപ്പം നന്മ തിന്മയുടെ വൃക്ഷഫലം വാഴ്ച നടത്തുന്ന മരണവും ജീവനും ആകട്ടെ. ഈ മരണവും പാപവും വാഴ്ച നടത്തുന്ന ഇതേ ലൈഫിൽ now Christ. This is another very important statement. You know, what is the first manifestation of God in this world? ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഇത് ഈ താഴെ കൊണ്ടുവന്ന ഒരു ചാറ്റിനകത്ത് ഒരു മെസ്സേജ് ഇടാൻ പറ്റും.
ലോകത്തിലെ ദൈവത്തിന്റെ ആദ്യത്തെ, പുത്രന്റെ ആദ്യത്തെ, ക്രിസ്തുവിന്റെ ആദ്യത്തെ, ദൈവത്തിന്റെ ആദ്യത്തെ പ്രത്യക്ഷത, the first incarnation of God. What is the first incarnation of God? മിസ്റ്റിക്സ് എല്ലാം ഭയങ്കര ആളുകളാണ്. മിസ്റ്റിക്കിന്റെ ഭയങ്കര തോട്ട്ഫുൾ പീപ്പിൾ ആണ്, റെവലേഷണൽ പീപ്പിൾ ആണ്. Can you imagine that? What is the first Bible? First incarnation. Listen, the universe, the creation is the first manifestation of God. Note it down. Jesus is the second manifestation of God. അദർശനായ ദൈവം ആദ്യം വെളിപ്പെട്ടത്, ആദ്യത്തെ ഓഫ്സ്പ്രിങ്, ആ ദൈവത്തിന്റെ ആദ്യത്തെ മക്കളാണ് ഈ യൂണിവേഴ്സ്. അവൻ മുഖാന്തരമുളവായി. പിതൃപുത്ര പരിശുദ്ധ റൂഹ ആദ്യമായി കാണാൻ പറ്റുന്ന നിലയിൽ വെളിപ്പെട്ടതാണ് ഈ യൂണിവേഴ്സ്. The universe is the first manifestation of God. Jesus Christ is the second incarnation of God. The cosmos is the first Bible written before the creation of man. അയ്യോ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ വായിച്ചിട്ടില്ലേ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ക്രിയേഷൻസ് മൊത്തം ക്രൈസ്റ്റിനെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞെന്നാണ് നമ്മുടെ ആളുകളെല്ലാം വിചാരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞത്? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അബ്രഹാമിനെ വിളിച്ച് എന്താ പറഞ്ഞത്? നക്ഷത്രങ്ങളെ എണ്ണി നോക്കാനല്ല. എണ്ണുക എന്ന വാക്കിന്റെ ഒറിജിനൽ ഹീബ്രുവില് എഴുതിയേക്കുന്നത് വായിക്കാനാണ്. നക്ഷത്രങ്ങളെ വായിച്ചു നോക്കാൻ പറഞ്ഞു. പുള്ളിക്ക് മെസപ്പൊത്തോമിയൻ സംസ്കാരത്തിൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. പുള്ളിയോട് പറഞ്ഞു നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ കാണാം 12 സോഡിയാക് സൈൻസ് ഉണ്ട് മുകളിൽ. നമ്മളിതിനെ ജ്യോതിഷമാണ്, പൈശാചിക ബന്ധനം, കെട്ടുപോര്, പോരാട്ടം എന്നൊക്കെ പറയും. പക്ഷെ ഈ 12 രാശികളെ ഇതിന്റെ മുകളിൽ നിർത്തിയത് നമ്മുടെ ഈ വീടിനപ്പുറത്ത് തലയിൽ വട്ടിൻ ചാണകം പിടിച്ചിരിക്കുന്ന ഏതോ ജ്യോതിഷനല്ല. ഈ നക്ഷത്രങ്ങളെ അതിന്റെ രീതിയിൽ മുകളിൽ പിടിപ്പിച്ചേക്കുന്നത് നമ്മുടെ മഹാദൈവമാണ്. ദൈവത്തിനറിയാം. സുവിശേഷം മത്തായി എഴുതുന്നതിന് മുമ്പേ സർവശക്തൻ അത് നക്ഷത്രങ്ങളിൽ എഴുതി വെച്ചു. വിശ്വസിക്കുന്നവർ ആമേൻ ഉറക്കെ പറയണം. പ്രപഞ്ചത്തിൽ അവന്റെ പുത്രന്റെ വരവുണ്ട്, പ്രപഞ്ചത്തിൽ സൃഷ്ടിയുടെ വരവുണ്ട്, പ്രപഞ്ചത്തിൽ സുവിശേഷത്തിന്റെ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1 എഴുതി വെച്ചേക്കുന്നത് അടയാളങ്ങൾക്ക് വേണ്ടി. അടയാളമാണ് നക്ഷത്രങ്ങൾ. അടയാളം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയാം എമറ്റ്. എമറ്റ് എന്ന് പറഞ്ഞാൽ ആലേഫ് മേം താവ്. ആലേഫ് മേം താവ്, അതാണ് എമറ്റ്. എമറ്റാണ് അടയാളം. അടയാളം എന്ന് പറഞ്ഞാൽ എമറ്റ്. ആലേഫ് എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ അനിമൽ. എമറ്റ് അല്ല, ഐ എം സോറി, ആ വാക്ക് ഒന്ന്. എമറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ആണ്. ട്രൂത്തും ഇതുകൊണ്ട് ബന്ധമുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയാം. Genesis chapter 1 verse 40. Oh Jesus, lies in the heavens made lie. God. സയൻസ് എന്ന് കൊടുത്തിരിക്കുന്ന ഹീബ്രു പദം ഓത്ത്. ഓത്ത് എന്നാ കേട്ടോ, ഒരു അക്ഷരം തെറ്റിപ്പോയി. എമറ്റ് എന്ന് പറഞ്ഞാൽ സത്യം, അതും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഓറ്റി, ആലെഫ് തൗ. ആലെഫ് തൗ എന്ന വാക്കിന്റെ അർത്ഥം ആലെഫ് തൗവിൽ നിന്നാണ്. ആലേഫ് തൗവിൽ നിന്നാണ് എന്റെ അർത്ഥം. ആലേഫ് എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ഓക്സ്, തൗ എന്ന് പറഞ്ഞാൽ ക്രൂശ്.
സാക്രിഫിഷ്യൽ ആനിമൽ ഓൺ ദ ക്രോസ് എന്നാണ് ഓത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നക്ഷത്രങ്ങളെ മുകളിൽ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു ഇത് എന്റെ ഓത്താണെന്ന് പറഞ്ഞാൽ എന്റെ പുത്രന്റെ ക്രൂശുമരണം നാളി കിടക്കുക. അബ്രഹാം തമ്പുരാന്റെ കൂടെ നടന്ന് അദ്ദേഹം ആകാശത്തിലെ നക്ഷത്രങ്ങളെ വായിക്കാൻ തുടങ്ങിയപ്പോൾ 12 രാശികൾ മുകളിൽ എഴുതിയിരിക്കുക. ഒന്നാമത്തെ രാശി പറയുന്നു വെർഗോ എന്ന് പറഞ്ഞാൽ വെർജിൻ വിത്ത് എ ബേബി. ഉള്ളി നോക്കിയപ്പോ കാണാം, നക്ഷത്രങ്ങളെ വായിച്ചു നോക്കിയപ്പോൾ ഒരു കന്യക ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നു. സ്തോത്രം. പിന്നെ ഇങ്ങനെ അങ്ങ് വായിച്ചു ഒടുവിൽ എത്തിയപ്പോ കാണാം ഒരു സിംഹം ഭയങ്കരമായിട്ട് ഭരിച്ചുകൊണ്ട് നിൽക്കുന്നു, രാജാവിനെ പോലെ. പുള്ളിക്ക് മനസ്സിലായി അത് മറ്റാരുമല്ല, ഈ കന്യകയിൽ ഇരിക്കുന്ന ആള് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അത് ക്രിസ്തു. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ മനസ്സിലായോ? ഇതാണ് വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരുന്നില്ല കബഡി നിരത്തി കാക്കു കീക്കു എന്ന് പറയുന്ന കക്ഷിയോട് പറ, നിന്റെ കാക്കാ കീക്കു കൂക്കു അല്ല ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും അവന്റെ മരണവും ഉയർപ്പും അവന്റെ രാജത്വവുമാണ്. സ്തോത്രം. ഇത് മനസ്സിലാക്കുന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം. നക്ഷത്രങ്ങളിൽ കായിക ഇത് മുഴുവൻ ഈ സൃഷ്ടികൾ മൊത്തം ദൈവത്തിന്റെ ബൈബിളാണ്, ദൈവത്തിന്റെ ആദ്യത്തെ ബൈബിളായി ക്രിയേഷൻസ് മുഴുവനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ ദൈവം തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ സത്യം വെളിച്ച് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ലോകം അവനെ അറിഞ്ഞില്ല. സത്യം വെളിച്ച് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ വെളിച്ചം വന്നുകൊണ്ടേയിരുന്നു. കാണുന്ന സകല ജന്തുജാലങ്ങൾക്കകത്തും സൃഷ്ടിജാലങ്ങൾക്കകത്തും മഹാദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ജീവൻ ഉണ്ടായിരുന്നു. പ്രിയരെ, യേശുവിന്റെ ജീവൻ ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ ജീവൻ ഇവയ്ക്ക് മുഴുവൻ വെളിച്ചം കൊടുക്കായിരുന്നു. ഇരുളിനെ ഭേദിക്കുകയായിരുന്നു, ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു ചെല്ലുകയായിരുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള സകല വെളിപ്പാടുകളും നിങ്ങളുടെ അന്തരാത്മാവിനെ തുളച്ചു ചെല്ലുന്നുണ്ട്. നിങ്ങളെ ട്രാൻസ്പെറന്റ് ആക്കുക. വെളിച്ചം വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറയാൻ പറ്റത്തില്ല. കാരണം മറയാൻ തടസ്സമായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങളെ തുളച്ചു ചെല്ലും എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് നിങ്ങളിലൂടെ ഒന്ന് പാസ് ചെയ്താൽ നിങ്ങൾ ട്രാൻസ്പെറന്റ് ആവും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടന്നാൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളെ സകല പാപവും പോയി ശുദ്ധീകരിക്കും. മനസ്സിലായതിന്റെ അർത്ഥം എന്താണ്? ഈ വെളിച്ചത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിന്നെ ട്രാൻസ്പെറന്റ് ആക്കും. ട്രാൻസ്പെറന്റ് ആക്കുമ്പോൾ എവിടെയെങ്കിലും കറ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി രക്തം നിന്നെ കഴുകുന്നു. അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ the portions those who are walking like they are transparent, they are perfectly perfect. The blood of Jesus Christ will cleanse you because you are living in transparency. That's why the Bible says, okay, പ്രാകാരത്തിൽ ഒരു വിളക്കുണ്ട്, അത് സൂര്യന്റെ വെളിച്ചമാണ്. വിശുദ്ധ സ്ഥലത്തൊരു വിളക്കുണ്ട്, അത് ഒലിവെണ്ണ ചതച്ചെടുത്ത് രാത്രി മുഴുവൻ കത്തുന്ന ഒലിവെണ്ണയിൽ കത്തുന്ന അവിടുത്തെ നിലവിളക്കിന്റെ വെട്ടമുണ്ട്. മോസ്റ്റ് ഹോളി പ്ലേസിൽ സൂര്യവെട്ടമില്ല. മോസ്റ്റ് ഹോളി പ്ലേസിൽ ഒലിവെണ്ണയുടെ വിളക്കിന്റെ വെട്ടമില്ല. മോസ്റ്റ് ഹോളി പ്ലേസിൽ ഒരൊറ്റ വെട്ടമേ ഉള്ളൂ. അത് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ? ആ വെളിച്ചം പ്രപഞ്ചത്തിൽ ഒരൊറ്റ സ്ഥലത്താണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അത് മോസ്റ്റ് ഹോളി പ്ലേസിൽ. എന്റെ കൂടെ ഉള്ളവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. അവിടെ ഇരിക്കുന്നവരെ നോക്കി ദൈവം പറയാ, ഇനി സൂര്യൻ അവന് വെളിച്ചം തരണ്ട, ചന്ദ്രൻ അവന് വെളിച്ചമില്ല. സൂര്യന്റെ വെളിച്ചം വേണ്ട, ചന്ദ്രന്റെ വെളിച്ചം വേണ്ട. അതിനകത്ത് ജീവിക്കുന്ന ദൈവവൈതൽ കുഞ്ഞാട് അതിന്റെ വെളിച്ചമാണ്. ഓ ജീസസ്, ഓ the holy lamb of God is the light of the most holy place. You are a transparent person. You will never hide anything. You will never hide anything because you are living in the most holy place. ഒന്നും മറക്കാനില്ലാത്തവനാണ് വിശുദ്ധൻ. ദൈവങ്ങൾക്കായി സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ജീവിതത്തിൽ പോരായ്മ വന്നാൽ, തെറ്റ് വന്നാൽ, വീഴ്ച വന്നാൽ, താഴ്ച വന്നാൽ അത് മറച്ചു വെച്ച് ഒരു അത്തിയല കൊണ്ട് മൂടുന്നവനല്ല ദൈവവൈതൽ. അതിനെ തുറന്നു കാണിക്കുന്നവനാ. എന്ന് പറഞ്ഞാൽ ധൈര്യമായി നഗ്നമായി ദൈവം മുമ്പിൽ നിൽക്കേണ്ടവനാണ് മോസ്റ്റ് ഹോളി പ്ലേസിലെ ദൈവവൈതൽ. ഒരിക്കലും ഒന്നും ഹൈഡ് ചെയ്യണ്ട. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ
A life in the most holy place is not a hidden life, it's a holy life, it's a secret life. Secrecy is not hiding something, secrecy is the mysterious life. Amen. Most holy place le vettam ഉൽപ്പത്തി ഒന്നിൽ ആരംഭിച്ച വെട്ടം നിന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ആ വെളിച്ചമുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ വെളിച്ചം നിങ്ങളിൽ വ്യാപരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വെളിച്ചം നിങ്ങളിലൂടെ പാസ് ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Glory to God. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ ആ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഞാൻ കാണുക. നിങ്ങളുടെ അകത്തോട് ഇങ്ങനെ പാസ് ചെയ്യട്ടെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ പാസ് ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഇരുളിനെ മൊത്തം വെളിച്ചമാക്കിക്കൊണ്ട് ഈ ലൈറ്റ് പാസ് ചെയ്യട്ടെ in Jesus' mighty name. Consciousness. Consciousness. What is that consciousness? Egoic consciousness. That is the product of the tree of good and evil. Knowledge. എന്താ അറിവ്? ഈഗോയുടെ അറിവ് എന്താ? You are wrong. That brother is wrong. That sister is wrong. That circumstances is wrong. That is wrong. This is wrong. That is wrong. This is wrong. That is the knowledge. ഏതെങ്കിലും ഒരു നോളജ് നിനക്ക് നന്മയായി മാറിയിട്ടുണ്ടോ? മരണഹേതുവല്ലേ ഈ സെപ്പറേഷൻ? You are knowing your brother wrongly and you are separating from that brother. That is death. Knowledge brings death. ആ അറിവ് നിങ്ങൾക്ക് മരണം കൊണ്ടുവരിക. Because that knowledge is not life. So I want to tell you one thing. Don't live according to good and bad. എല്ലാവരും കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരിക്കലും നല്ലതിലും തീയതിലും ജീവിക്കരുത്. Stop it now. Tonight is the last day. ഗുഡ് ആൻഡ് ഈവിളിന്റെ അവസാന ദിവസമായത്. നല്ലത് തീയത്, ആ ആള് ശരി ഈ ആള് തെറ്റ്, ആ ആള് ശരി ആ ആള് തെറ്റ്, ആ ബന്ധം ശരി ഈ ബന്ധം തെറ്റ്. ഇവിടെ നല്ലതും തീയതും സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ഇറ്റ് നൗ. പിന്നെ എങ്ങനെ ജീവിക്കണം? ലൈഫ് ഓർ ഡെത്ത്. ലൈഫ് ഓർ ഡെത്ത്. ഇതിനകത്ത് രണ്ടേ ഉള്ളൂ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവൻ. ഗുഡ് ആൻഡ് ഈവിളിലല്ല പോകേണ്ടത്, നല്ലതിലും തീയതിലുമല്ല, ജീവനിൽ. ജീവൻ. Don't go after knowledge, go after life. ആ ബന്ധത്തിൽ ജീവനുണ്ടോ? Follow it. ആ ബന്ധത്തിൽ സെപ്പറേഷൻ ആണോ? Leave it. If you have a character, is it from life? Follow it. It brings death. Leave it. It's not good and evil. Did you get me? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഒരാൾ ഒരു പാപം ചെയ്യുന്നു, ഒരു മദ്യപിക്കുന്നു, അത് നിങ്ങൾക്ക് മരണഹേതുവാണെങ്കിൽ ലീവ് ഇറ്റ്, ജീവഹേതുവാണെങ്കിൽ ഫോളോ ഇറ്റ്. അതിനകത്ത് ഗുഡ് ആൻഡ് ഈവിൾ ഇല്ല. ഗുഡ് ആൻഡ് ഈവിൾ ഇസ് ദ കോൺഷ്യസ്നസ് ഓഫ് ഈഗോയിക് കോൺഷ്യസ്നസ്. വേറൊരു കോൺഷ്യസ്നസ് അകത്ത് വരിക. ആമേൻ, ആമേൻ. ജീസസ് ക്രൈസ്റ്റിന്റെ അടുക്കൽ ഒരു സ്ത്രീ വരിക, കല്ലെറിയാൻ കൊണ്ടുവരുന്നൊരു സ്ത്രീ. ജീസസ് നെവർ അക്യൂസ് ചെയ്തില്ല. യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവളെ കല്ലെറിയട്ടെ. നീ ശരിയല്ലെന്ന് പറഞ്ഞോ? ശ്രദ്ധിക്കുക, നീ ചെയ്തത് തെറ്റെന്ന് പറഞ്ഞോ? അക്കോർഡിംഗ് ടു ദ ബൈബിൾ, അക്കോർഡിംഗ് ടു ലെവിറ്റിക്കസ് ചാപ്റ്റർ 11 and 12 പറഞ്ഞോ? കാരണം ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മാൻ ഓഫ് ലൈഫ്. യേശു ഒരിക്കലും തെറ്റ് ശരി പറഞ്ഞില്ല. യേശു പറഞ്ഞത്, I am the light of the world. I am the light of the world. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. അപ്പൊ ഇരുള് മരണത്തെ കൊണ്ടുവരും, ജീവൻ വെളിച്ചത്തെ കൊണ്ടുവരും. യേശു പറഞ്ഞത്, I am the true light. Those who walk in, believe in me shall never walk in darkness. They will walk in life. ഇതിനകത്തിരിക്കുന്ന എവ്രിബഡി, ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആത്മാവിൽ പറയാം, ഡോണ്ട് ഗോ ആഫ്റ്റർ ഗുഡ് ആൻഡ് ഈവിൾ. In relationship, in the behavior, in about your friend, your neighbor, the office. No, don't go after good and evil. Go after life. Whether it is life or darkness, life or darkness, life or darkness, light or darkness, life. Follow life. Amen.
Brothers and sisters, this is a very, very big subject. This is only foundation, and the next few classes we are going to focus on the Christ consciousness. Christ consciousness ആണ് നമ്മളെ glorification നയിക്കാൻ പോകുന്നത്. Here, God is going to transform your character. Amen. The last word I want to go and finish. Forgive everyone and know that they are 100% forgiven. Everybody in the world. Why enmity and hatred? Because you are thinking that they are wrong. They are not wrong. They are embraced by God, atonement by God, reconciled by God. They are forgiven. See, your boss is a forgiven. Your colleague is a forgiven one. Your neighbor is a forgiven. The one who is always coming against you is a forgiven one. Know it out. നിന്റെ ജീവിതം സ്വതന്ത്രമാകും. എല്ലാവരെയും അഴിച്ചുവിടുക. എവ്രിബഡി, നിങ്ങളുടെ ലൈഫിലുള്ള മുഴുവൻ ആളുകളെ അഴിച്ചുവിടുക. എല്ലാത്തിനെയും അഴിച്ചുവിടുക. പിടിച്ചു കെട്ടരുത്. Set them free and enjoy the freedom of Christ in your life. And this is a most and marvelous life in the most holy place. Marvelous life. Here you cannot see the light of the sun, you cannot see the light of the lamp. Here you can see the light of God, the Son of God, the true light. That will make you transparent. That means you are just like an angel. You are going to become a light. Because the light of God will transfer in you. X-ray the most holy place. You cannot hide anything. Oh Jesus. Maranam vazhimaru. തോൽവികൾ വഴിമാറുകയാണ്. ജയം സംഭവിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കുകയാണ്. Are you happy, people of God? Really? I'm so excited to teach this word. I want to focus on Christ consciousness. Somebody is living in some. Oh, it's not. There is no gap in between God and me. He's living inside of me. I and God are one. Enjoying God. Enjoying the Almighty God. The glorious and marvelous day. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് കൈമാറി. Just imagine that you are. This is not imagination, this is real. You are in the consciousness of Christ. Abraham was not seeing God outside. And because of the altar, പുറത്ത് പ്രത്യക്ഷപ്പെട്ടവനെ തന്റെ അകത്താക്കി. He became the channel of heaven and earth. They became one. Don't go after the God. എവിടെയെങ്കിലുള്ള ദൈവത്തിന്റെ പുറകെ പോകരുത്. Don't seek God. Seek God inside of you. Amen. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും. Amen. Those who are pure in heart, they shall see God everywhere, especially in them. Amen. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ എല്ലായിടത്തും കാണാൻ പറ്റും. ആദ്യം അത് അവരിൽ കാണും. Can you see God inside of you? Amen. അല്ലാതെ ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ ചെന്ന് നേടിയതെന്തെന്നറിയും. പിന്നെ അവിടെ പോയിട്ട് യേശുവിനെ കാണും, തിരുസിംഹാസനം കാണും, യേശുവിനെ കാണും, മറുകരയിൽ. ഇതെല്ലാം സെപ്പറേഷൻ, ഇതെല്ലാം ഈഗോയ്ക്ക് പാർട്ടാണ്. These all religious songs. ചത്തിട്ട് അവിടെ അല്ല സർ. Christ, the hope of glory, living inside of you. This is the mystery hidden before the ages. യുഗങ്ങളായി മറഞ്ഞു കിടന്നൊരു രഹസ്യം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Christ lives in me. I am not alone. I am so excited. Kabarayata.